Rangers, Yoga Skin Essentials, and Nilu's Baby Foods, and is the author of books Lemon Candies and Wounded by Life. Her writing often touches on themes such as mental health awareness, self love, and destigmatizing divorce. Her contributions have been featured in Vanida, Malayalam Manorama, The Hindu, Club FM, Kaumudi TV, and many more. And for me personally, today's session is even more special because Dr. Rajita is my sister. It is a proud moment to welcome her here with us. Please join me in warmly welcoming Dr. Rajita Nandini as she speaks on raising healthy kids, smart eating, and active living. Over to you, Doctor. Thank you so much for having me here. Like Rajesh said, this is a very happy moment for me because I've heard so much about SETA, UAE, and their activities, and I watch the dance programs, and it gives me great joy to be here. And I'm really honored that you called me to talk upon this topic, which is very dear to me. അപ്പോൾ നമുക്ക് തുടങ്ങാം. രാജേഷ് ഓൾറെഡി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ പീഡിയട്രീഷ്യനാണ്. ഇപ്പം ഞാനൊരു കരിയർ ബ്രേക്കിലാണ്. ഐ എം റൈറ്റിംഗ്. അപ്പോൾ കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടം തോന്നാം എന്ന് എനിക്ക് തോന്നിയ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. സ്ക്രീൻ ഷെയർ ചെയ്യാണ്. Can you see the screen? ഇല്ല, ആയിട്ടില്ല. ഇപ്പോഴോ? ഹോസ്റ്റ് ആണല്ലോ, പിന്നെന്താണ്? സ്ക്രീൻ ഷെയർ ആവുന്നില്ല. Just give me a minute. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. കേൾക്കാം അല്ലേ? കേൾക്കാം, കാണാം. സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. റേസിംഗ് ഹെൽത്തി കിഡ്സ്, സ്മാർട്ട് ഈറ്റിംഗ് ആൻഡ് ഹെൽത്തി ലിവിങ്. അപ്പൊ ഇവിടെ 19 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഇതിലധികം പേരും സ്കൂളിലേക്ക് നടന്നു പോയവരോ അല്ലെങ്കിൽ സൈക്കിളിൽ പോയവരോ അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ കയറാൻ വേണ്ടി ഒരു 1-2 കിലോമീറ്റർ നടന്നു പോയവരോ ആണെന്നാണ്. അതുപോലെ തന്നെ രാവിലെ ദോശയോ ഇഡലിയോ ഒക്കെ കഴിച്ച് ഒരു 9:30-10 മണിയോടെ പതുക്കെ സ്കൂളിലെത്തിയാൽ മതി. സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ബെല്ലടിക്കുമ്പോൾ എന്തെങ്കിലും വാരി വിഴുങ്ങിയിട്ട് വീണ്ടും കളിക്കാൻ പോകുന്നു. അടുത്ത ബെല്ലടിക്കുന്നവരെ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ച് തിമിർക്കുന്നു. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും കളിക്കാൻ പോയിരുന്നവർ. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ചു നേരമൊക്കെ പഠിച്ചു കഴിഞ്ഞ് വല്ല ചിത്രഗീതമോ ചിത്രഹാറോ, സ്ക്രീനെന്ന് വെച്ചാൽ അന്ന് അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് കട്ടിലിലേക്ക് വീണതും തളർന്നുറങ്ങിപ്പോകുന്നവർ.
ആ ഒരു തലമുറയാണ് ഇവിടെ ഇരിക്കുന്നവരിൽ അധികം പേരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 70s-ലെയും 80s-ലെയും 90s-ലെയും ഒക്കെ കുട്ടികളുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മളുടെ ആരുടെയെങ്കിലും പേരൻസ് നമ്മളെ പേരന്റ് ചെയ്യാൻ വേണ്ടി ബോധപൂർവമായ എന്തെങ്കിലും ശ്രമം നടത്തുകയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പേരന്റിങ് ബുക്സ് വായിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അവര് നമ്മളെ പേരന്റ് ചെയ്തത് അവര് പാരന്റ് ചെയ്യപ്പെട്ട വിധത്തിലൊക്കെ തന്നെയാണ് അല്ലേ. അതിന് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെ ആയിരുന്നു കാണണം. ആ ഒരു മേ ബി നമ്മൾ കുറച്ചും കൂടെ നല്ല വിദ്യാഭ്യാസ രീതികൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതമായിരുന്നു കാണാം കമ്പയർഡ് ടു ദെയർ ചൈൽഡ്ഹുഡ് ഓർ ദെയർ പേരൻസ് ചൈൽഡ്ഹുഡ്. അല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിരുന്നില്ല. എന്റെ പേരന്റിങ് അതോറിറ്റേറിയൻ ആണോ, പെർമിസീവ് ആണോ, ജെന്റൽ പേരന്റിങ് ആണോ, ഹെലികോപ്റ്റർ പേരന്റിങ് ആണോ എന്നൊന്നും അവരെ ആലോചിച്ച് തല പുകച്ചിട്ടേ ഉണ്ടാവില്ല. നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ടോ, കാലറി ഉണ്ടോ, അയൺ ഉണ്ടോ, കാൽഷ്യം ഉണ്ടോ, നമ്മുടെ സ്ക്രീൻ ടൈം എന്താണ്, എത്ര നേരം കാണുന്നു, നമുക്ക് വല്ല മാനസികമായി നമ്മുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ്, ഇതൊന്നും അവരെ ബാധിച്ച വിഷയങ്ങളെ ആയിരിക്കും തോന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? അല്ല. കഴിഞ്ഞ 20 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ പേരന്റിങ് കണക്കിലധികം മാറിയിട്ടുണ്ട്. കാരണം വിവര സാങ്കേതിക വിദ്യ കഴിഞ്ഞ 20 വർഷം പുരോഗമിച്ചതുപോലെ പുരോഗമിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പേരന്റ് ചെയ്യപ്പെട്ട രീതിയിലല്ല നമുക്ക് പേരന്റ് ചെയ്യേണ്ടി വരുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ചെറിയ കുട്ടികളുടെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ റെലവെന്റ് ആണ്. കാരണം നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു വേഗത്തിലാണ് ലോകം മുമ്പോട്ട് നീങ്ങുന്നത്. ആ വേഗത്തോടൊപ്പം നമ്മുടെ കുട്ടികളും കുതിക്കുകയാണ്. അപ്പൊ അവർക്ക് വേണ്ട ശരിയായ ചോയ്സസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആസ് പേരൻസ് വി ഹാവ് ടു ലേൺ പേരന്റിങ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ഈ ലോകത്ത് പേരന്റിങ് ആവശ്യമായി വരികയാണ്. അതായത് നമുക്ക് ബോധപൂർവമായ ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. ഫ്രം പാസീവ് പേരന്റിങ് തിങ്സ് ഹാവ് ഗോൺ ടു ആൻ ആക്റ്റീവ് ഫേസ്. അപ്പൊ ഭക്ഷണം, ലെറ്റ് ഫുഡ് ബി ദൈ മെഡിസിൻ എന്നൊരു ചൊല്ലുണ്ട്. അപ്പൊ ഇത് ഹിപ്പോക്രേറ്റസ് പറഞ്ഞതായിട്ട് പരക്കെ ആരോപിക്കപ്പെടുന്നുണ്ടെങ്കിലും പുള്ളിയല്ല ഇത് പറഞ്ഞത്, ആരോ പറഞ്ഞതാണ്. പക്ഷെ സംഗതി സത്യമാണ്. കാരണം നമുക്കതിൽ ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എന്ത് ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത പേരൻസിനില്ല. കാരണം എന്ത് വേണമെങ്കിലും കൊടുക്കാൻ അവർക്ക് പറ്റും. എന്ത് കൊടുക്കരുത് എന്നുള്ളതാണ് പേരൻസ് ചിന്തിക്കേണ്ടത്. അപ്പൊ വാട്ട് നോട്ട് ടു ഈറ്റ് എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. അല്ലാതെ വാട്ട് ടു ഈറ്റ് എന്നുള്ളത് അത് കഴിഞ്ഞേ വരുന്നുള്ളൂ. എന്ത് അവോയ്ഡ് ചെയ്യണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനാണ് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് JUNCS അഥവാ ജങ്ക്സ് എന്നൊരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. അത് ഓർക്കാൻ എളുപ്പമുള്ളത് കൊണ്ടാണ് നമ്മുടെ IAP അങ്ങനെ ഒരു ടേം ചെയ്തത്. ഇതൊരു അക്രോനിം ആണ്, ഒരു ഷോർട്ട് ഫോം ആണ്. ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം. J ഫോർ ജങ്ക്. അതായത് ജങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് പിസ്സ, ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ് തുടങ്ങി നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും. അപ്പൊ ഈ സാധനങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഇത് കാലറീസ് ധാരാളമുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം ട്രാൻസ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും മധുരവും പിന്നെ ഉപ്പും എല്ലാം അടങ്ങിയ ശരീരത്തിന് ഗുണമൊന്നും ചെയ്യാത്ത ഭക്ഷണ സാധനങ്ങളാണ് ജങ്ക്. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെറും വേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം. അപ്പൊ അതാണ് J. ഇനി U, അൾട്രാ പ്രോസസ്ഡ് ഫുഡ്. എന്താണ് ഈ അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണം? അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണം എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ അതിലധികമോ ഫാക്ടറി പ്രോസസ്സിങ്ങിൽ കൂടെ കടന്നു വരുന്ന ഭക്ഷണമാണ്. ബ്രെഡ്, ബിസ്ക്കറ്റ്, റസ്ക്, ബണ്ണ്, ക്രോസാൻസ്, നമ്മുടെ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ്, നൂഡിൽസ് എല്ലാം ഇതിൽ പെടും. അൾട്രാ പ്രോസസ്ഡ് ഫുഡ്. ദേ ആർ നോട്ട് റിയൽ ഫുഡ്, ദേ ആർ ഫാക്ടറി മെയ്ഡ് ഫുഡ്. അപ്പൊ ഈ ഒരു ഭക്ഷണത്തിൽ ഫൈബർ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ഇനി ന്യൂട്രീഷണലി ഇനാപ്രോപ്രിയേറ്റ് ഫുഡാണ്. എന്താണ് ഈ ന്യൂട്രീഷണലി ഇനാപ്രോപ്രിയേറ്റ് ഫുഡ്? നമ്മുടെ വട, സമോസ, ജിലേബി തുടങ്ങിയ സാധനങ്ങളാണ്. അതായത് വലിയ എന്താ പറയണ്ടേ, ഈ ജങ്ക് പോലെ അത്ര ഭീകരമല്ലെങ്കിലും ഈ ഭക്ഷണവും ന്യൂട്രീഷണലി ഇനാപ്രോപ്രിയേറ്റ് ആണ്. കുട്ടികൾക്ക് കഴിക്കാൻ പാടില്ലാത്തതാണ്. മധുരം, ഉപ്പ്, എണ്ണ ഇതിന്റെയൊക്കെ അളവ് വളരെ കൂടുതലാണ്. ഇപ്പൊ ഗവൺമെന്റ് ജിലേബിയും സമോസയും എല്ലാം ഡേഞ്ചറസ് ഫുഡിന്റെ പട്ടികയിൽ പെടുത്തി കഴിഞ്ഞു.
അപ്പൊ അതെല്ലാം ഈ എന്നിൽ പെടുന്നതാണ്. ഇനി സി, കെഫൈനേറ്റഡ് ബിവറേജസ്, ചായ, കാപ്പി, കോള മുതലായ ഡ്രിങ്ക്സ് ആണ് ഈ സി എന്ന് പറയുന്ന സാധനം. അപ്പോൾ കോള ധാരാളം പേര് കുടിക്കുന്ന ഒരു പാനീയമാണ്. അതുപോലെ തന്നെ ചായയും കാപ്പിയും ചിലപ്പോൾ ഈ എഡ്യൂക്കേറ്റഡ് ആൾക്കാരുടെ വീടുകളിൽ അത്രയും വലുതായിട്ട് കുടിക്കില്ല. പക്ഷെ ഞാൻ പലപ്പോഴും ഒ പിയിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു വില്ലേജ് ഏരിയാസിലൊക്കെ 6 മാസം മുതലായ കുഞ്ഞുങ്ങൾക്ക് ചായ കൊടുക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ചായയും കാപ്പിയും കഫെയിൻ അടങ്ങിയത് കൊണ്ട് അത് ബ്രെയിനിന് ഒട്ടും തന്നെ നല്ലതല്ല, വിശപ്പ് കുറയ്ക്കും, ബ്രെയിനിന് ആവശ്യമില്ലാത്ത ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനമാണ്. അതും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ഇനി എസ്, ഷുഗർ സ്വീറ്റൻ ബിവറേജസ്. ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഫ്രൂട്ട്സ്, ഫ്രൂട്ട് ജ്യൂസസ്, അതായത് നമ്മളുടെ ഈ ഒരു ഫ്രൂട്ട്സ് നമ്മൾ വീട്ടിൽ മിക്സിയിൽ അടിച്ചുണ്ടാക്കുന്ന ഫ്രൂട്ട് ജ്യൂസസ് നല്ലതല്ല. കാരണം അതിനകത്ത് മിക്സിയിൽ എല്ലാം അടിച്ച് കറങ്ങി വരുമ്പോഴേക്കും ഇറ്റ് ഈസ് ജസ്റ്റ് കണ്ടെയ്നിങ് ഫ്രക്ടോസ്. ഫ്രൂട്ട് ഷുഗർ മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്ന ഒരു ഷുഗർ ഫോമാണ് ഫ്രക്ടോസ്. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട് ജ്യൂസസ് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. പകരം ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ നമ്മൾ കഴിക്കണം. എന്നാൽ മാത്രമേ അതിന്റെ പരിപൂർണമായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഫ്രൂട്ടീമ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഡ്രിങ്ക്സ് ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടാ യു എയിൽ എന്താണ് അതിന് പറയാന്ന്. എന്തായാലും ആ ടെട്രാ പാക്കിൽ കിട്ടുന്ന മധുരമുള്ള ഡ്രിങ്ക്സ് അതൊന്നും തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഈ ഒരു JUNCS നമ്മൾ ഒരിക്കലും കൊടുക്കരുതെന്ന് പറയുമ്പോൾ കൊടുക്കാനേ പാടില്ല എന്നല്ല, അങ്ങനെയല്ല. പക്ഷെ ഇത് എന്താ, വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കേണ്ട ഭക്ഷണ സാധനങ്ങളാണ്. അപ്പൊ നമുക്കറിയാം, ഇത്രയും ചോയ്സസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഇത് കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നും. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ മാത്രം കൊടുക്കുക. ഇതിന്റെ അപകടങ്ങളെ പറ്റി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ഇതിന്റെ അപകടം? നമ്മൾ പണ്ടൊക്കെ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ എന്താണ് പറയാ, ഇങ്ങനത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് കുട്ടി ഇത് എന്താ പറയാ, ഇങ്ങനത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല്ല് കേരീസ് വരും എന്ന് പറയും അല്ലേ? പക്ഷെ കേരീസ് ആണോ യഥാർത്ഥ പ്രശ്നം? ദാറ്റ് ഇസ് എ ലീസ്റ്റ് ഓഫ് അവർ പ്രോബ്ലംസ്. കുട്ടികൾക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റിസ്, 11-12 വയസ്സുള്ള കുട്ടികൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. ഡോക്ടറെ കഴുത്തെല്ലാം കറുത്തിരിക്കുന്നെന്ന് പറഞ്ഞാണ് വരുന്നത്. കുട്ടിയുടെ വെയിറ്റ് നോക്കുമ്പോൾ 11 വയസ്സ് 70 കിലോ, 14 വയസ്സ് 90 കിലോ. കസേരയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട്. OPDയുടെ ചെയറിൽ ദേ ആർ നോട്ട് ഏബിൾ ടു ഫിറ്റ് ഇൻ ടു ദാറ്റ് ചെയർ. അപ്പൊ ഞാൻ MBBS പഠിക്കുന്ന സമയത്ത് 92 സമയത്താണ്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ നമ്മൾക്ക് കുട്ടികളിലെ ഒബേസിറ്റി എന്നൊരു പ്രശ്നമേ ഇല്ല. അന്ന് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പ്രശ്നവും ഞങ്ങളുടെ പ്രൊഫസേഴ്സിനെയും എല്ലാവരെയും മതിച്ചുകൊണ്ടിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ക്വാഷിയോർക്കറും മരാസ്മസും പോലെയുള്ള പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻസ് ആണ്. ഇന്നതൊന്നും കേട്ടുകേൾവി പോലും ഇല്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ചൈൽഡ്ഹുഡ് ഒബേസിറ്റിയാണ്. അപ്പൊ ഈ ഒബേസ് കുട്ടികൾക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്. വളരെ പെട്ടെന്ന് തന്നെ 14-15 വയസ്സിൽ ടൈപ്പ് 2 ഡയബറ്റിസ്, അതായത് പ്രായമുള്ളവർക്ക് വരുന്ന ഡയബറ്റിസ്. പിന്നെ ഫാറ്റി ലിവർ വന്നിട്ട് സിറോസിസ് പോലെയുള്ള ലിവർ ഡിസീസ്, നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്നറിയപ്പെടുന്ന മദ്യപാനം കാരണമല്ലാതെ ഉണ്ടാകുന്ന കരൾ രോഗങ്ങൾ. 3 കുട്ടികളെ ഞാൻ കരിയർ ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പുള്ള ആ ഒരു 3 മാസ കാലയളവിൽ ഒരു 3 കുട്ടികളെ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് അവരുടെ ഡയറ്റിന്റെ ഇത് കൺസൾട്ടേഷൻസിനെല്ലാം വിട്ടിട്ടുണ്ട്. ദേ ആർ സോ ഒബേസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് കസേരയിൽ പോലും ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ. ഇത്രയും നാൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാത്തത് എന്താണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പേരൻസ് പറയണം, ഞങ്ങൾ വിചാരിച്ചത് സാധാരണമായിരിക്കും, കുഴപ്പമില്ലെന്ന്. അപ്പൊ ടൈപ്പ് 2 ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, 18-19 വയസ്സായ കുട്ടികളിൽ ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ കൂടുക, ഹാർട്ട് ഡിസീസസ് വരിക, ലിവർ ഡിസീസസ് വരിക. ചെറിയ പെൺകുട്ടികളിൽ 7-8 വയസ്സ് അങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കും തന്നെ മെനാർക്കി ആവുക. നമ്മൾ അവരോടൊക്കെ ചെയ്യുന്ന പരമമായ ദ്രോഹമാണ് ഇത്തരം ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതാണ് ഈ ഭക്ഷണ സാധനങ്ങളുടെ പ്രശ്നം. ഇനി അടുത്ത്, എന്തുകൊണ്ടാണ് ഈ ഭക്ഷണം നമുക്ക് ഇത്ര അധികം പ്രിയപ്പെട്ടതാകുന്നത്? കോൺട്രാസ്റ്റിംഗ് ടെക്സ്ചേഴ്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ഇഡ്ഡലി നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ എവറി പീസ് ഹാസ് ദ സെയിം ടെക്സ്ചർ. ഒരു 3 എണ്ണം കഴിച്ച് നമ്മുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വേണ്ട, നമുക്കത് കഴിക്കണം എന്നില്ല, ഓക്കെ മതി. ദാറ്റ് ഈസ് വാട്ട് ഫുഡ് ഇസ് സപ്പോസ് ടു ബി. പക്ഷെ പീറ്റ്സ അങ്ങനെയാണോ?
അതിന്റെ ടോപ്പ് ലെയർ നല്ല ക്രസ്റ്റിയാണ്, അകത്തേക്ക് വരുമ്പോൾ നല്ലൊരു ച്യൂയി ടെക്സ്ചറാണ്. ഒരു പിസ്സ വായിലേക്ക് ഇടുമ്പോൾ രസങ്ങളുടെ ഒരു എക്സ്പ്ലോഷൻ ആണ് നമ്മുടെ വായിക്കകത്ത് നടക്കുന്നത്. കോൺട്രാസ്റ്റിംഗ് ടെക്സ്ചേഴ്സ്. ഫുഡ് എഞ്ചിനീയേഴ്സ് do years of research to find which texture will create the maximum pleasure sensation in our brain, so that നമ്മൾ വീണ്ടും വീണ്ടും അത് വാങ്ങിക്കും. അപ്പോഴേക്കും എന്താണ് സംഭവിക്കുക, നമ്മുടെ ബ്രെയിനിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഡോപ്പമീനും സെറട്ടോണിനും എല്ലാം റിലീസ് ചെയ്യണം. നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിസ്സ കഴിക്കുമ്പോൾ. വിഷമം വന്നിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പിസ്സ ഓർഡർ ചെയ്ത് അത് വരുന്നവരെയുള്ള സമയം നമ്മൾ ആൻറ്റിസിപ്പേഷൻ്റെ സന്തോഷത്തിലാണ്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേറെ സന്തോഷം. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും പെട്ടെന്നൊരു ക്രാഷ് വരും, നമ്മുടെ സർവ്വ മൂടും പോയി വീണ്ടും നമ്മൾ ദുഃഖിതരായിട്ട് മാറും. അതാണ് ഈ ജങ്ക് ഫുഡിന്റെ ഇത്തരം ഭക്ഷണങ്ങളുടെ പ്രത്യേകത. പിന്നെ ക്രേവിംഗ് ആയി, പിന്നെ അത് കഴിക്കാനുള്ള ഒരു താല്പര്യം. ഇതിന് നമ്മളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ? പോരാ. വി ആർ ജനറ്റിക്കലി വയേർഡ് ദിസ്. വൈ? കാരണം 10,000 വർഷമേ ആയുള്ളൂ നമ്മൾ ഹണ്ടർ ഗ്യാദറേഴ്സായി കാട്ടിൽ നിന്നൊക്കെ കയറി വന്ന് നമ്മൾ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് വെറും 10,000 വർഷമേ ആയുള്ളൂ. എവല്യൂഷന്റെ കണക്കെടുക്കുമ്പോൾ ഇത് വെറും സെക്കൻഡുകളുടെ നീളമുള്ള ഒരു സമയമാണ്. അത്രയും സമയമൊന്നും പോരാ മനുഷ്യന്റെ ബ്രെയിനിനും ശരീരത്തിനും ഇവോൾവ് ചെയ്ത് വരാൻ. അപ്പൊ നമ്മുടെ ഈ തലച്ചോറിനകത്തിരിക്കുന്ന സാധനം ഇപ്പോഴും പാലിയോലിത്തിക് ഹണ്ടർ ഗ്യാദററിന്റെ ബ്രെയിനാണ്. അപ്പൊ ഈ ഹണ്ടർ ഗ്യാദററിന് എല്ലാ സമയത്തും ഒന്നും പ്ലെന്റി ആയിട്ട് ഭക്ഷണം കിട്ടില്ല. ഏതെങ്കിലും ഒരു ജീവിയെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പിടിച്ച് കൊന്ന് തിന്നു കഴിഞ്ഞാൽ അടുത്ത ഭക്ഷണം ഇനി എപ്പോൾ വരും എന്ന് അറിയില്ല. അപ്പോഴായിരിക്കും അവരിങ്ങനെ ഓടി നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു മരം നിറയെ ഫ്രൂട്ട്സ് കാണുന്നത്. അപ്പൊ അവരുടെ ഉദ്ദേശം എന്താണ്? മാക്സിമം ഇത് അകത്താക്കുക, മാക്സിമം ഇത് കഴിക്കുക, സോ ദാറ്റ് വി ഡോണ്ട് നോ വെൻ വി വിൽ ഗെറ്റ് ദ നെക്സ്റ്റ് മീൽ. ആ ജനറ്റിക് വയറിംഗ് ആണ് ഇപ്പോഴും ഈ 21st സെഞ്ചുറിയിൽ നമ്മുടെ തലച്ചോറിനകത്ത് ഇരിക്കുന്ന ആ ഒരു പ്രക്രിയ. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ക്രേവിംഗ് ആണ്. പണ്ടൊന്നും അത്രയും കിട്ടിയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ക്രേവിങ്ങിന് സാധ്യതയില്ല. ഇപ്പൊ അങ്ങനെയാണോ? നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭക്ഷണം എല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് നാച്ചുറലി അത് കഴിക്കണം തോന്നും. നമ്മുടെ മാത്രം കുറ്റമല്ല, പക്ഷേ ഈ കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അവരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ചോയ്സസ് എടുക്കാനായിട്ട് പരിശീലിപ്പിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇനി എന്ത് കഴിക്കണം എന്ന് ഞാൻ പറയാം. What food you need to eat? ദ ബാലൻസ് പ്ലേറ്റ്. ഇതാണ് ഐഡിയലി നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം. ഇത് എത്ര പേർക്ക് കഴിക്കാൻ പറ്റും എനിക്ക് അവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ പറയുന്നത് ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ബ്രേക്ക്ഫാസ്റ്റ്, മിഡ് മോർണിംഗ് സ്നാക്ക്, ലഞ്ച്, ഈവനിങ് സ്നാക്ക്, ഡിന്നർ. നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ്. എന്തിനാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്ന് വെച്ചാൽ സ്കൂള് തുറന്നിരുന്നത് ഒരു 9:30 മണിയൊക്കെ ആകുമ്പോഴാണ് രാവിലെ. ഇപ്പൊ അങ്ങനെയല്ല, രാവിലെ 5:30 മണിക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. എന്തിനാണ് ഈ 5:30 മണി സ്കൂൾ സമയമായിട്ട് വെച്ചേക്കുന്നതെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. മേ ബി ദേ ഹാവ് ദെയർ ഓൺ സയന്റിഫിക് റീസൺസ്, ഐ ഡോണ്ട് നോ വാട്ട്. പക്ഷെ 5:30 മണിക്ക് ഒരു കുട്ടി എങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പോകും? 4:30 എണീറ്റ് ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ട്. ഹൗ ക്യാൻ ദേ ഈറ്റ് സംതിങ്? അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു ടൈമിങ് ഐഡിയലി വിത്തിൻ 2 hours ഓഫ് വേക്കിംഗ് അപ്പ് ആണ്. എണീറ്റ് 2 മണിക്കൂറിനകമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. കാരണം നമ്മുടെ ബ്രെയിനിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ്, അതിന്റെ ഫ്യൂവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ഈ ഗ്ലൂക്കോസ് നമുക്ക് കിട്ടുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പൊ ഈ ഭക്ഷണം കഴിച്ച് ഗ്ലൂക്കോസ് വന്നാലേ നമ്മുടെ ബ്രെയിൻ ഉണരൂ. ബ്രെയിനിന്റെ ബൂസ്റ്ററാണ് നമ്മൾ ആദ്യം കഴിക്കുന്ന ആ ഒരു ഭക്ഷണം. അപ്പൊ അത് കഴിക്കാതെ ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ബ്രെയിൻ എങ്ങനെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യും? ഇനി രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ റോള് പ്രിവെൻസ് ഹാങ്കർ. നിങ്ങൾക്ക് പലർക്കും അനുഭവം ഉണ്ടായിരിക്കും. വിശക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ ഈ ദേഷ്യം കൊച്ചു കുട്ടികളിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ടാൻഡ്രമായിട്ടായിരിക്കും അത് പുറത്തു വരുന്നത്. ഇറിറ്റേഷൻ, മൂശയായിട്ടൊക്കെ കാണിക്കും ടോഡ്ലേഴ്സ്. അപ്പൊ ഇത് സ്കൂൾ കുട്ടികളിലും ആപ്ലിക്കബിൾ ആണ്. സ്കൂൾ കുട്ടികൾക്ക് വിശന്ന് കഴിയുമ്പോഴേക്കും അവർക്കൊന്നും പഠിക്കാൻ തോന്നില്ല, അവർക്ക് ഇറിറ്റേഷൻ തോന്നും, പലവിധ അസ്വസ്ഥതകൾ തോന്നും. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന്റെ വേറൊരു റീസൺ ഇംപ്രൂവ്സ് കോൺസെൻട്രേഷൻ. അപ്പൊ മാത്സ് പോലെ വളരെ ശ്രദ്ധ ആവശ്യമുള്ള കാര്യങ്ങളിൽ എല്ലാ സബ്ജക്റ്റിനും ശ്രദ്ധ ആവശ്യമുണ്ട്. അപ്പൊ ഈ ഒരു അതുപോലെയുള്ള സബ്ജക്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ വേണം. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ അവിടെ ചെന്നിരുന്ന ഒരു 11 മണിയാകുമ്പോൾ ടീച്ചർ പഠിപ്പിക്കണ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ തലയിലോട്ട് കയറുമോ? ബിക്കോസ് ദർ ഇസ് നോ ഗ്ലൂക്കോസ്, ഹൗ ദ ബ്രെയിൻ ക്യാൻ വർക്ക്. അപ്പൊ അത് പറ്റില്ല. അപ്പൊ കോൺസെൻട്രേഷൻ വേണമെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ക്രേവിങ്സ് കുറയ്ക്കും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തെങ്കിൽ ഡേ മുഴുവനും നമുക്ക് ക്രേവിങ് ആയിരിക്കും, കഴിക്കാനുള്ള ആ ഒരു ആക്രാന്തം. അപ്പൊ അത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൺട്രോൾ ചെയ്യും. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. ഇനി എന്താണ് കഴിക്കേണ്ടത്? കോംപ്ലക്സ് കാർബ്സ് ആൻഡ് പ്രോട്ടീൻസ്.
അതായത് അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു പ്രധാനമായിട്ട് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു സംഭവമാണ് ഫുഡിനെ നമ്മൾ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് അങ്ങനെയൊന്നും നോക്കി കാണരുതെന്നുള്ളത്. ഞാനിതൊരു അറിവിലേക്ക് വേണ്ടി ഇവിടെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ കോംപ്ലക്സ് കാർബ്സ് ആൻഡ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്താണ്? നമ്മുടെ ദോശ, ഇഡലി, പുട്ട്, കടല, അപ്പം, കടലക്കറി അങ്ങനെയുള്ള സാധനങ്ങൾ ട്രഡീഷണലി നമ്മൾ കഴിച്ച് പോന്നിരുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ ഈ ഒരു സമീകൃത ആഹാരമാണ്. ദോശ, ഇഡലി ആണെങ്കിൽ നല്ല പ്രോബയോട്ടിക്സുമാണ്. അതായത് നമ്മുടെ ഗട്ടിലുള്ള നമുക്ക് ഗുണകരമായ ബാക്ടീരിയയെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഭക്ഷണമാണ് ദോശയും ഇഡലിയും. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. സപ്പോസ് നമ്മൾ നൂഡിൽസ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ്, മധുരം ആവശ്യത്തിലധികം അടങ്ങിയ സംഭവങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ താണു വരും. പക്ഷെ ഇത് അങ്ങനെയല്ല, പതുക്കെ മാത്രമേ ഷുഗർ റിലീസ് ഉണ്ടാവൂ. അപ്പൊ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ഓഫ് ഷുഗറിൻ്റെ നിലനിർത്തി പോരാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് കോംപ്ലക്സ് കാർബ്സ് ആൻഡ് പ്രോട്ടീൻസ്. ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ സപ്പോസ് അവർക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പഴം കഴിക്കാവുന്നതാണ്. ഇറ്റ്സ് വെരി ഗുഡ്. ബിക്കോസ് ഒന്ന്, അതിൽ നന്നായിട്ട് ഷുഗറിന്റെ അംശമുണ്ട്. കുട്ടികൾ വിൽ ഗെറ്റ് ആൻ എനർജി. സെക്കൻഡ് തിങ് ഇസ് പൊട്ടാഷ്യം ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഒരു മസ്കുലർ ആക്ടിവിറ്റി കൂടുതലുള്ള ഒരു സമയമാണ്. അതിന് ഹെൽപ്പ് ചെയ്യും. ഡീഹൈഡ്രേഷൻ ഒഴിവാക്കും. നല്ല ഫൈബർ ഉണ്ട്. വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈറ്റ് എ ബനാന. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പാല് മാത്രം കഴിച്ചിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളെ ഞാൻ കാണാറുണ്ട്. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ഗുഡ് ഐഡിയ. ബിക്കോസ് പാലിൽ ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബ്ലോട്ടിങ്, ഗ്യാസ്ട്രൈറ്റിസ് അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് പാല് കുടിച്ചിട്ട് പോകുന്ന ഒഴിവാക്കി. ഇഫ് അറ്റ് ഓൾ ദേ കനോട്ട് ഈറ്റ് എ ഫുൾ ഫ്ലെഡ്ജ് ബ്രേക്ക്ഫാസ്റ്റ്, അറ്റ്ലീസ്റ്റ് ഹാവ് എ ബനാന ആൻഡ് ഗോ ടു സ്കൂൾ. ഇനി സ്നാക്സ്. സ്നാക്സ് എന്ന് പറയുമ്പോൾ നാച്ചുറലി നമ്മൾ ഓർമ്മിക്കുന്നത് എന്താണ്? നമ്മൾ ദുബായിൽ ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ തട്ടുകടകളുണ്ട്. തട്ടുകടകളിലെല്ലാം ചായയും പിന്നെ പൊരിപ്പ്, ചെറുകടി ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്ന കാണാം. ആ കടകളിലെല്ലാം ഭീകരമായ തിരക്കുമാണ്. ആൻഡ് ഫ്രം 4 o'clock till 7 o'clock all of them are fully functional. വറുക്കുന്നു, പൊരിക്കുന്നു, കോരുന്നു. ആ സാധനം അല്ല ഇവിടെ നമ്മൾ സ്നാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദോസ് വിൽ ലാൻഡ് യു ഓൺലി ഇൻ എ ഹോസ്പിറ്റൽ. ഇവിടെ നമ്മൾ സ്നാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ലഘുഭക്ഷണം എന്നുള്ള അർത്ഥത്തിലാണ്. അത് നമുക്ക് നട്ട്സ് ആകാം, ഫ്രൂട്ട്സ് ആകാം, ഡ്രൈ ഫ്രൂട്ട്സ് ആകാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജങ്ക്സ് എന്നൊരു ലിസ്റ്റ് ഞാൻ സാധാരണ പേരൻസിനോട് പറയുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന ഏതാണ്? ഇതൊന്നും കൊടുക്കാൻ പാടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ഡോക്ടറെ കുട്ടികൾക്ക് കൊടുക്കും എന്ന്. അപ്പൊ ഈ പറയുന്ന പേരൻസ് കുട്ടിക്കാലത്ത് എന്താണ് കഴിച്ചിരുന്നത്? ദോശ, ഇഡലി, പുട്ട്, കടല. ഇനിയിപ്പോ സ്നാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല. അവർക്ക് വേണമെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയത് കൊടുക്കാം, അവല് വിളയിച്ചത് കൊടുക്കാം, കുമ്പിളപ്പം കൊടുക്കാം, വട്ടയപ്പം കൊടുക്കാം. അങ്ങനെ ഒരുപാട് സ്നാക്സ് ഉണ്ട്. ഞാനൊരു ലിസ്റ്റ് തന്നെ ആ പേരൻസിനെ കാണിക്കാൻ ഉണ്ടാക്കി മൊബൈലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആർക്കും താല്പര്യമില്ലാത്ത ഭക്ഷണമാണ്. ബിക്കോസ് ദേ വോണ്ട് കോസ് എ ഡോപ്പമിൻ സർജ്. അപ്പൊ നമുക്ക് നട്ട്സ്, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയ സാധനങ്ങൾ കഴിക്കാം മിഡ് മോർണിംഗ് ആൻഡ് ബൈ 4 o'clock. ഇഫ് യു ഹാവ് ദിസ്, ഷുഗർ ക്രാഷസ് ഉണ്ടാവില്ല, ക്രേവിങ്സ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും? മിഡ് മോർണിംഗ് നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ ലഞ്ച് കഴിക്കുമ്പോൾ നമ്മൾ ഓവറായിട്ട് കഴിക്കും. ലഞ്ച് കഴിഞ്ഞ് നമ്മൾ മധുരം കഴിക്കും. അത് ഒഴിവാക്കാം. ഒരു 4 മണിക്ക് നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഡിന്നർ കഴിക്കുമ്പോൾ ഓവറായിട്ട് കഴിക്കും. അതുപോലെ തന്നെ ഡിന്നർ കഴിഞ്ഞ് നമ്മൾ മധുരം കഴിക്കും, വിച്ച് ഷുഡ് ബി അവോയ്ഡഡ് അറ്റ് എനി കോസ്റ്റ്. ഇനി അടുത്തത് ലഞ്ചാണ്. ലഞ്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. അമേരിക്കയുടെ കൺസെപ്റ്റാണ് ഇത്, മൈ പ്ലേറ്റ് കൺസെപ്റ്റ്. ഇത് തന്നെയാണ് നമ്മൾ ഇവിടുത്തെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പൊ ഇതിൽ 25% കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതായത് നമ്മുടെ ചോറോ ചപ്പാത്തിയോ ഹോൾ ഗ്രെയിൻസ് കൊണ്ടുണ്ടാക്കിയ എന്ത് സാധനങ്ങളോ ആകാം. അത് 25% ചോറ്, ചപ്പാത്തി, റാഗി എന്തും ആകാം. 25% പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് വെജിറ്റേറിയൻ പ്രോട്ടീൻസ് ആകാം, നോൺ വെജിറ്റേറിയൻ പ്രോട്ടീൻ ആകാം. അതായത് നമ്മുടെ ഇന്ത്യയിൽ 800-ലധികം പൾസസ് വെറൈറ്റീസ് ഉണ്ട്. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും പൾസസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പൾസസ് കഴിക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, അതൊരു 30 മിനിറ്റ് സമയമോ എങ്കിലും മിനിമം വെള്ളത്തിലിട്ട് വെക്കണം. പ്രിഫറബിളി ഓവർനൈറ്റ്. എന്നിട്ട് കുക്ക് ചെയ്താൽ മാത്രമേ അതിലെ ആന്റി ന്യൂട്രിയൻസ് എല്ലാം പോയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും അതിലെ ന്യൂട്രിയൻസിന്റെ ഗുണം കിട്ടുകയുള്ളൂ. അപ്പോൾ വെജിറ്റേറിയൻ പ്രോട്ടീൻ ആകാം, അല്ലെങ്കിൽ നോൺ വെജ് പ്രോട്ടീൻ ആകാം. എഗ്ഗോ, ചിക്കനോ, ഫിഷോ എന്ത് വേണമെങ്കിലും കഴിക്കാൻ 25%. 50% ഷുഡ് ബി വെജിറ്റബിൾസ്. അപ്പോൾ അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഡയറി പറയുന്നുണ്ട്
യു എസിലൊക്കെ എനിക്ക് തോന്നുന്നു അവർ ചിലപ്പം ചീസ് വല്ലതുമായിരിക്കും. നമ്മുടെ നാട്ടിൽ തൈര് കഴിക്കാം. പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, മീനും തൈരും വിരുദ്ധാഹാരമല്ലേ? അങ്ങനെയൊന്നുമില്ല. മീനിന്റെ കൂടെ ധൈര്യമായിട്ട് തൈര് കഴിക്കാം. നത്തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പൊ തൈര് കഴിക്കുക. തൈര് ലഞ്ചിന് ശേഷം കഴിക്കുമ്പോഴേക്കും നമുക്ക് ആ ഡൈജഷനൊക്കെ നല്ല പ്രോപ്പർ ആവും. നല്ല സുഖമായിട്ടുള്ള ഒരു പോസ്റ്റ് ലഞ്ച് യു വിൽ നോട്ട് ഫീൽ ദാറ്റ് സ്ലംപിങ്, ദാറ്റ് ലെഥാർജി ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് തിങ്സ്. അപ്പൊ അടുത്ത് നമ്മൾ പോകുന്ന ഡിന്നറിനേക്കാണ്. ഡിന്നർ ഷുഡ് ബി ലൈറ്റ് ഓൺ ദ സ്റ്റൊമക്ക്. എനിക്ക് തോന്നുന്നു അധികം പേരും ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഡിന്നറിന്റെ സമയത്താണ്. അത് ശരിയല്ല. ഡിന്നർ ഷുഡ് ബി ലൈറ്റ് ഓൺ ദ സ്റ്റൊമക്ക്. 7 മണിക്കുള്ളിൽ ഡിന്നർ കഴിച്ചിരിക്കണം എന്നാണ്. ഇതെല്ലാം ഞാൻ പറയുന്നത് ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും നിങ്ങൾക്ക് ജോലി തിരക്കിനിടയിൽ ഇത് പറ്റിയെന്ന് വരില്ല, കുട്ടികൾക്ക് ഒരു പക്ഷേ പറ്റിയെന്ന് വരില്ല. എന്നാലും ഈ ഒരു എത്രയും നേരത്തെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂറെങ്കിലും മുമ്പേ നമ്മൾ ഡിന്നർ കഴിച്ചിരിക്കണം. ഇനി ഡിന്നറിന് എന്ത് കഴിക്കാം എന്നുള്ളതാണ്. പലരും ചപ്പാത്തി എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ UAE താമസിക്കുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ വ്യത്യാസമാണ്. പക്ഷെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഏറ്റവും യോജിച്ച സാധനം കഞ്ഞിയാണ്. കാരണം അത് ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ ഫുഡാണ്. ബിക്കോസ് റൈസ് ആസ് ഇറ്റ് ഇസ് ഹാസ് ലോട്ട്സ് ഓഫ് വാട്ടർ. വീറ്റിനെ അപേക്ഷിച്ച് റൈസിൽ വെള്ളത്തിന്റെ അംശം കൂടുതലാണ്. അപ്പൊ കഞ്ഞി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അത് കൂടാതെ അതിനകത്ത് വെള്ളവുമുണ്ട്. അപ്പൊ ഈ വെള്ളവും റൈസിലുള്ള വെള്ളവും എല്ലാം കൂടെ ആവുമ്പോൾ രാത്രി കാലങ്ങളിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഇപ്പൊ എല്ലായിടത്തും AC ഉണ്ട്. പണ്ടത്തെ കാലത്ത് AC ഒന്നും ഇല്ലാത്തപ്പോൾ ആൾക്കാർക്കൊന്നും ഒട്ടുമേ ഡീഹൈഡ്രേഷൻ വരാതെ സഹായിച്ചിരുന്ന സാധനം കഞ്ഞിയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ പയറ് അങ്ങനെ കഴിക്കുമ്പോഴേക്കും പ്രോട്ടീൻസ് നന്നായിട്ട് കിട്ടും. നെയ്യും ആഡ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് നെയ്യ് കൊടുക്കാം. ഓരോ ടീസ്പൂൺ വീതം 3 നേരം മേജർ മീൽസിന്റെ കൂടെ കൊടുക്കാം. അത് ഡൈജഷനെയും എയ്ഡ് ചെയ്യുന്ന നല്ലൊരു സൂപ്പർ ഫുഡാണ് നെയ്യ്. ഇനി ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആണ്. അപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഫുഡ് പോസിറ്റിവിറ്റി, നമ്മൾ കുട്ടികളിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഫുഡുമായിട്ടുള്ള ഒരു അസോസിയേഷൻ ഡെവലപ്പ് ചെയ്യാൻ വളരെ ചെറുപ്പ സമയം മുതൽ തന്നെ പരിശ്രമിക്കേണ്ടതാണ്. അതിൽ ഒന്നാമത്തെ റൂൾ ഇതാണ്, നോ സ്ക്രീൻ സോൺ. ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണുന്നത് നമ്മളൊരു ശീലമായി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ TVയോ മൊബൈലോ ലാപ്ടോപ്പോ ഒന്നും തന്നെ നോക്കാതെ ആ ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിക്കുക. ഒരു ഭക്ഷണത്തിന് വെറും എന്താ പറയുക, ടേസ്റ്റ് മാത്രമല്ല, അതിന് ടെക്സ്ചർ ഉണ്ട്, സ്മെല്ലുണ്ട്, കളറുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി അനുഭവിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പം സ്ക്രീൻ നോക്കി കഴിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ജസ്റ്റ് എന്തോ വാരി വലിച്ച് കഴിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആരെങ്കിലും കുറച്ച് കച്ചി കൊണ്ടു തന്നാൽ നമ്മൾ അതറിയാതെ കഴിക്കും. ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് വി ആർ ഈറ്റിംഗ്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് സ്ക്രീൻ ഉപയോഗിക്കരുത്. സെക്കൻഡ് തിങ്, ഡൈനിങ് ടേബിൾ ഇസ് ഫോർ ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുന്നത് ഹാളിലിരുന്ന് അല്ലെങ്കിൽ ടെറസിൽ പോയിരുന്നിട്ട് അല്ലെങ്കിൽ മുറ്റത്തിരുന്ന് അങ്ങനെയല്ല. ഡൈനിങ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിരിക്കുന്നത് ഭക്ഷണം കഴിക്കാനാണ്. പറ്റുമെങ്കിൽ കുട്ടികളെ തറയിൽ ഇരുത്തി സുഖാസനത്തിൽ ഇരുത്തി ഭക്ഷണം കഴിക്കുക. അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ശീലം പാടെ മാറും. കുട്ടികൾക്ക് ഫ്ലെക്സിബിലിറ്റിയും ഉണ്ടാകും. അപ്പൊ എനിവേ, ഡൈനിങ് ടേബിൾ ഇസ് ഫോർ ഈറ്റിംഗ്. സെക്കൻഡ്, നോ ക്രിറ്റിസൈസിങ് ഫുഡ്. നമ്മൾ ഭക്ഷണത്തിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഒരു കലയായിട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കലാരൂപമാണ്. അത് എന്ത് കണ്ടാലും ക്രിറ്റിസൈസ് ചെയ്യുക. കുട്ടികൾ നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഓരോ ദോഷം ഭക്ഷണത്തിന്റെ കണ്ടുപിടിക്കുമ്പോൾ അവരും അത് തന്നെ ചെയ്യും. അന്നം ന നിന്ദയാ തദ് വ്രതം എന്നാണ്. അതായത് നിങ്ങൾ ഭക്ഷണത്തിനെ ക്രിറ്റിസൈസ് ചെയ്യരുത്. അതൊരു ജീവിത വ്രതമായിട്ട് എടുക്കുക. നമ്മുടെ കുട്ടികളെ ഭക്ഷണത്തിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. അറ്റ്ലീസ്റ്റ് 1 ഫാമിലി മീൽ. എല്ലാ നേരത്തും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഒരു മീലെങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം യു ആർ ജസ്റ്റ് നോട്ട് ഈറ്റിംഗ്, യു ആർ ക്രിയേറ്റിംഗ് മെമ്മറീസ്. നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ഓർമ്മകൾ, ഒരുപാട് കാലം നമ്മൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ വാല്യൂസ് ആയിരിക്കാം, തമാശകളായിരിക്കാം, വി മേ ബി ഷെയറിങ് തിങ്സ്. പക്ഷെ ആ ഒരു ബോണ്ടിങ് ടൈമായിട്ട് എടുക്കുക. അറ്റ്ലീസ്റ്റ് 1 meal everybody should have together, and mostly it will be dinner because other times everybody will be busy with their own things. Finish 1 morsel before taking the next. പലരും ഭക്ഷണം കഴിക്കുന്നതാണ്. This is not the way to eat. Take 1 morsel, put it into your mouth, chew it properly. Teach children to chew the food. കാരണം നമ്മുടെ ഡൈജഷൻ തുടങ്ങുന്ന നമ്മുടെ മൗത്തിനുള്ളിൽ വെച്ചാണ്. സലൈവറി അമൈലേസ് എന്ന് പറയുന്ന ഭക്ഷണം നമ്മുടെ റൈസിനെ മൗത്തിൽ വെച്ചേ ഡൈജസ്റ്റ് ചെയ്ത് തുടങ്ങും. അത് വിഴുങ്ങിക്കഴിഞ്ഞാൽ ഹൗ ദ ഡൈജഷൻ വിൽ ബി പ്രോപ്പർ. അപ്പം ബ്ലോട്ടിംഗ് ഉണ്ടാകും,
യു വിൽ ഹാവ് ലോട്ട്സ് ഓഫ് ഇഷ്യൂസ്. പിന്നെ ഇരുന്ന് അയ്യോ എനിക്ക് ബ്ലോട്ടിംഗ് ആണേ എന്ന് പറഞ്ഞ് കരയുന്നതിനേക്കാളും പ്രോപ്പർലി ച്യൂ യുവർ ഫുഡ്. ആ ഒരു മോർസൽ എടുത്ത് ച്യൂ ചെയ്ത് അത് ഇറക്കിയിട്ട് അടുത്ത മോർസലിനായിട്ട് കൈ നീട്ടുക. അല്ലാതെ നമ്മൾ റണ്ണിങ് റേസ് പോലെ കഴിക്കുന്ന ശീലം കുട്ടികളിൽ ഒഴിവാക്കുക. വാട്ടർ വിത്ത് മീൽസ്, ഭക്ഷണം കഴിച്ച് എണീറ്റ് പോകുന്നതിന് മുമ്പേ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് നീഡഡ് ഫോർ യുവർ ഡൈജഷൻ. അടുത്തത് ഈറ്റ് യുവർ റെയിൻബോ. നമുക്ക് ആഴ്ചയിൽ 7 ദിവസം ഉള്ളതുപോലെ മഴവില്ലിന് 7 കളറുകളുണ്ട്. അപ്പൊ ഇപ്പൊ എല്ലാ സ്ഥലത്തും എല്ലാ തരത്തിലുള്ള വെജിറ്റബിൾസും എല്ലാ കാലത്തും കിട്ടും. ലോക്കൽ, സീസണൽ, ട്രഡീഷണൽ എന്നൊക്കെയുള്ള പ്രിൻസിപ്പിളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും എല്ലാം ആക്സസിബിളുമാണ്. അപ്പൊ when it is accessible, why don't we eat 7 colors for 7 days a week? കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഇങ്ങനെ ഒരു ചാലഞ്ച് ഒക്കെ കൊടുക്കാം. ലെറ്റ്സ് ഹാവ് എ റെയിൻബോ ചാലഞ്ച്, ലെറ്റ്സ് ഹാവ് എ ഗ്രീൻ ചാലഞ്ച്, യെല്ലോ ചാലഞ്ച്. ടോക്ക് ടു ദം അബൌട്ട് ഫുഡ്, ഇൻവോൾവ് ദം ഇൻ ഫുഡ് ഷോപ്പിംഗ്. അത് വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിൽ, ക്ലീനിങ് അപ്പിൽ ഒക്കെ അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. സോ ദാറ്റ് ദേ ഓൾസോ ഗെറ്റ് ടു നോ അബൌട്ട് ഫുഡ്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സിനെ പറ്റിയും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സിനെ പറ്റിയും കുട്ടികളോട് സംസാരിക്കുക. ഗീവ് ദം ആൻ ഐഡിയ അബൌട്ട് വാട്ട് ഇസ് ഗുഡ് ആൻഡ് വാട്ട് ഇസ് ബാഡ് ഫോർ ദം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പുതിയതായിട്ട് CBSE സ്കൂളിൽ ഷുഗർ ബോർഡൊക്കെ വെച്ചിട്ടുള്ള നീക്കമൊക്കെ നടന്നിട്ടുണ്ട്. വളരെ ആശാവഹമായ നീക്കം തന്നെയാണത്. കാരണം ഒരുപാട് സ്കൂളുകൾ തന്നെ കുട്ടികളോട് സ്നാക്സ് കൊണ്ടുവരാൻ പറയും. ആൻഡ് നോബഡി വിൽ ടേക്ക് ദിസ് ഇഡലി, ദോശ ഓർ നട്ട്സ് ഓർ ഫ്രൂട്ട്സ്. എല്ലാവരും ഇവിടുത്തെ കുട്ടികളാണെങ്കിൽ കൊണ്ടുപോകുന്ന എന്താണ്, ലോട്ടോ പൈ, ഓറിയോ, പിന്നെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ഡാർക്ക് ഫാൻറ്റസി. അതൊക്കെ കണ്ടാൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വരും. ബിക്കോസ് ഇറ്റ് ഇസ് ലോഡഡ് ഇൻ കാലറീസ്. അതല്ല നമുക്ക് ആവശ്യമുള്ളത്. സ്നാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ലഘുഭക്ഷണമാണ്. യു ഡോണ്ട് വോണ്ട് 1000 കാലറീസ് ഇൻ വൺ സ്നാക്ക്. നോ, അത് അവർക്ക് കേട് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതാണ് ഫുഡിനെ കുറിച്ച് പറയാനുള്ളത്. നൗ വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ് വിച്ച് ഇസ് മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് ആരെങ്കിലും നമ്മളോട് കളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, അല്ലേ? എല്ലാവരും കളിക്കുകയാണ്, അവർക്ക് ആരും പ്രോത്സാഹിപ്പിക്കണ്ട. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? കുട്ടികളോട് പറയണം, മോനെ ഒന്ന് പുറത്തു പോയി കളിക്കും, മോളെ ഒന്ന് പുറത്തു പോയി കളിക്കും. ചില സ്ഥലത്ത് കളിക്കാൻ സ്ഥലമില്ല, 100 പ്രശ്നങ്ങളാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കളിക്കാൻ ഇഷ്ടമല്ല. ദേ ഡോണ്ട് വോണ്ട് ടു മൂവ്, ദേ വോണ്ട് ടു സിറ്റ്. ഒരു 1-2 വയസ്സ് വരെ കുട്ടികൾ നന്നായിട്ട് കളിക്കും. കാരണം ദാറ്റ് ടൈം ദേ ഡോണ്ട് നോ. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഇരിക്കുന്നതിൻ്റെ സുഖം മനസ്സിലാക്കി വരുന്തോറും ദേ ഡോണ്ട് വോണ്ട് ടു മൂവ് ദെയർ ബോഡി. പക്ഷെ അങ്ങനെ അല്ല. വി ഹാവ് ടു എൻകറേജ്. പണ്ട് നമ്മൾ കളിക്കാൻ പോയി കളിക്കും മോനെ എന്ന് പറയേണ്ട ആവശ്യമില്ല. എല്ലാ കുട്ടികളും 24 മണിക്കൂറും കളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പം അത് പറയണം. കളിക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് വിൽ ഹാപ്പൻ. ഇപ്പം നമുക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളെ ഹെൽത്തി ആണ്. ബട്ട് വാട്ട് അബൌട്ട് 20 years, 30 years ഫ്രം നൗ? യു ഡോണ്ട് want them to be bound to the hospital bed, അല്ലേ? അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ശീലങ്ങൾ അവരിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്താണ് ഈ 4 point പ്രോഗ്രാം നോക്കാം. 4 exercises ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദോസ് 60 minutes, അതായത് പണ്ട് സ്കൂളിൽ നിന്ന് വന്ന് കുട്ടികൾ കളിച്ചിരുന്ന ആ 60 മിനിറ്റ് സമയം അൺസ്ട്രക്ചേർഡ് പ്ലേ. അതായത് നമ്മൾ ഒരു ക്രിക്കറ്റിന് പോയി ചേരുവോ, ഫുട്ബോളിന് പോയി ചേരുവോ, കോച്ചിങ് ഒന്നും അല്ല. അൺസ്ട്രക്ചേർഡ് പ്ലേ, ഇഷ്ടമുള്ളത് കളിക്കട്ടെ. ചാടുന്നു, ഓടുന്നു. പണ്ടൊക്കെ നിങ്ങൾക്ക് പലർക്കും ഓർമ്മ കാണും, കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ സ്ട്രീറ്റ്സിൽ കുട്ടികൾ ഓടിച്ചാടി കളിക്കുക, ഗ്രൗണ്ടുകളിൽ ഓടിച്ചാടി കളിക്കുക. സർവ്വയിടത്തുനിന്നും കുട്ടികളുടെ ആ ഒരു വൈകുന്നേരമായ കുട്ടികളുടെ വിളിയും ബഹളവുമാണ് സ്ട്രീറ്റ്സിലൊക്കെ. വെക്കേഷനായ പറയാൻ വേണ്ട. ഇപ്പൊ പുറത്ത് കളിക്കുന്ന കുട്ടികളെ ഒരിടത്തും കാണാനില്ല. അപ്പം കുട്ടികൾക്ക് ഇപ്പൊ കളിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ കളിക്കാൻ താല്പര്യമില്ല. കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭക്ഷണം കഴിച്ചൊരു മൊബൈലും കണ്ടുകൊണ്ടിരിക്കും, TV കാണും, പിന്നെ ഹോംവർക്ക് കാണും. ചില കുട്ടികൾ രാവിലെ മുതൽ രാത്രി വരെ ട്യൂഷന് പോയിക്കൊണ്ടിരിക്കും. ഇതിനിടയിൽ എവിടെ കളിക്കാനാണ്? പക്ഷേ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ 60 മിനിറ്റ് കളിക്കണം. ഇറ്റ് ഈസ് വെരി 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 എസെൻഷ്യൽ. ഇതിന് ഞാൻ ഉദാഹരണമായിട്ട് കഥ പറയാം. ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ടായിരുന്നു. 2 വയസ്സിൽ വ്യത്യാസമുള്ള 2 കുട്ടികൾ. ഒന്ന് പെൺകുട്ടി, ഒന്ന് ആൺകുട്ടി. ഈ പെൺകുട്ടി ഒരിക്കലും കളിക്കാൻ പോരുന്നിട്ടില്ല. യാതൊരു ഗെയിംസ് ഇല്ല, യാതൊരു സ്പോർട്സ് ഇല്ല. എപ്പോഴും ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കും. ഒന്നുകിൽ സ്റ്റോറി ബുക്സ് അല്ലെങ്കിൽ പഠിക്കാനുള്ള ബുക്സ്. അപ്പൊ അന്നത്തെ കാലമായതുകൊണ്ട്, ഐ എം ടോക്കിംഗ് അബൌട്ട് 40-45 years ബാക്ക്. അന്നത്തെ കാലമായതുകൊണ്ട് എവ്രിബഡി സെഡ്, ഒത്തിരി നല്ല കുട്ടിയാണ് ഈ കുട്ടി, എപ്പോഴും ഒരിടത്ത് കുത്തിയിരുന്ന് പഠിക്കുന്നു. മറ്റേ കുട്ടി, ഹു വാസ് 2 years younger ആൻഡ് എ ബോയ്, യൂസ് ടു പ്ലേ 24/7. ഉറങ്ങുന്ന സമയത്തല്ലാതെ ആ കുട്ടി അടങ്ങിയിരിക്കുന്ന, അല്ലെ അച്ഛനെ പേടിച്ചോലും കുറച്ച് സമയം ഇരുന്ന് പഠിച്ചു കാണും. അപ്പൊ ആ കുട്ടി 24 മണിക്കൂറും കളിച്ചിരുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഈ 2 കുട്ടികളും
ഫാസ്റ്റ് ഫോർവേഡ് ദേ ബിക്കെയിം അഡൽട്സ്. അവർ മധ്യവയസ്സിലേക്ക് കടന്നു. ഒരു കുട്ടിക്ക് 52 വയസ്സും ഒരു കുട്ടിക്ക് 50 വയസ്സുമായി. അവർ കുട്ടികളല്ല, ദേ ആർ മിഡിൽ ഏജ് പീപ്പിൾ. നിർഭാഗ്യവാനായ കളിക്കാത്ത കുട്ടി ഞാൻ തന്നെയാണ്. ഐ നെവർ മൂവ്ഡ് എ മസിൽ ആസ് എ ചൈൽഡ്. അതുകൊണ്ട് നൗ വാട്ട് ഹാപ്പൻസ് ടു മീ ഇസ്, ഞാൻ എന്നെ കാണാൻ വരുന്ന എല്ലാവരോടും പറയാനുള്ള കാര്യമാണ്, ഐ ഹാവ് സിവിയർ ഇഷ്യൂസ് വിത്ത് മൊബിലിറ്റി. ഇരുന്നിട്ട് എണീക്കാൻ ബുദ്ധിമുട്ട്, എണീറ്റിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ട്. ഐ ഹാവ് ബോൺ ആൻഡ് ജോയിന്റ് പ്രോബ്ലംസ് ഇൻ എ സിവിയർ മാനർ. ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്, സ്കോളിയോസിസ്, ജോയിന്റ്, അതായത് ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും തേയ്മാനം വരും. Severe mobility issues at 52 years. My parents who are in their 70s are more mobile, more agile, more flexible than me. അപ്പൊ അതുകൊണ്ട് കളിക്കാതെ ഇരിക്കരുത്, ബിക്കോസ് യു ഡോണ്ട് വോണ്ട് ടു ബി ലൈക്ക് സ്ക്രീമിങ് ഇൻ പെയിൻ ഈച്ച് ടൈം യു സിറ്റ് ഓൺ ദ ഫ്ലോർ ആൻഡ് ഗെറ്റ് അപ്പ്. അപ്പൊ ഈ കളിച്ച കുട്ടി, ഐ സീ ദാറ്റ് ഹി ഈസ് സ്റ്റിൽ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഡാൻസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. അതെന്റെ ബ്രദർ ആണ്, ഇവിടെ ഇരിപ്പുണ്ട്, രാജേഷ്. സോ ഹി ഈസ് സ്റ്റിൽ ഡൂയിങ് ലോട്ട്സ് ഓഫ് തിങ്സ് താങ്ക്സ് ടു ദോസ് ടൈം ഹി സ്പെൻഡ് പ്ലേയിങ്. ദോ എവറിബഡി വാസ് സ്കോൾഡിങ് ഹിം ഇൻ ദോസ് ഡേയ്സ്, ഹി കെപ്റ്റ് ഓൺ പ്ലേയിങ്. ഡേ ഇൻ ഡേ ഔട്ട് ഹി വാസ് മൂവിങ്. പക്ഷെ അതുകൊണ്ട് ഹി സ്റ്റിൽ ഫ്ലെക്സിബിൾ. അതുപോലെ ഡാൻസ് ചെയ്യാനോ ഉള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് പറ്റില്ല. ഇഫ് ഐ മൂവ് ഫോർ സം ടൈം ഐ ഹാവ് ടു റെസ്റ്റ് ഫോർ അനദർ 1 hour. അപ്പൊ അത്രയും നമുക്ക് മൊബിലിറ്റി ഇഷ്യൂസ് വരും. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യുവർ ചിൽഡ്രൻ പ്ലേ ഫോർ 60 minutes per day till they are 17 years old. അടുത്തത് ദ ബാലൻസിങ് ആക്ട് ആണ്. അതായത് ബാലൻസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, സ്കേറ്റിംഗ്, ജിംനാസ്റ്റിക്സ്, സ്വിമ്മിങ്, സൈക്ലിംഗ്. എന്തുകൊണ്ടാണ് ഈ ആക്ടിവിറ്റീസ് ഇമ്പോർട്ടൻറ്റ്? കാരണം ഇപ്പൊ സ്വിമ്മിങ് ചെയ്യുന്നവർക്ക് അറിയാം, നമ്മൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ താണു പോകുന്നതിന് പകരം നമ്മൾ പൊങ്ങിക്കിടന്ന് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ, ദാറ്റ് ഗിവ്സ് യു ആൻ ഇമ്മൻസ് സെൻസ് ഓഫ് പവർ. സൈക്ലിംഗ്, നമുക്ക് സ്റ്റാറ്റിക് മൊബിലിറ്റി ഇല്ലാതെ ഡൈനാമിക് മൊബിലിറ്റി കൊണ്ട് മാത്രം നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. എഗെയിൻ ഇറ്റ് ഗിവ്സ് യു എ സെൻസ് ഓഫ് പവർ ബിക്കോസ് യു ആർ കൺട്രോളിങ് സംതിങ്. ജിംനാസ്റ്റിക്സ്, യു ആർ മൂവിങ്, യു ആർ വെരി അജൈൽ, യു ആർ വെരി ഫ്ലെക്സിബിൾ. സ്കേറ്റിംഗ്, ഇതെല്ലാം തന്നെ നമുക്ക് it gives you a sense of control, which gives you a sense of confidence. It improves your concentration, it improves your coordination. appo ee balancing exercises will give immense poise for children. appo adukonde ee exercises kunnungale pattumengil ശീലിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത കാര്യം യോഗയാണ്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരത്തെ, ഐ ഹാവ് സിവിയർ ഫ്ലെക്സിബിലിറ്റി ഇഷ്യൂസ്. കുറച്ചെങ്കിലും എനിക്ക് ഹെൽപ്പായത് യോഗയാണ്. ഐ എം അറ്റ്ലീസ്റ്റ് ഏബിൾ ടു സിറ്റ് ഓൺ ദ ഫ്ലോർ ആൻഡ് ഗെറ്റ് അപ്പ്. ഐ എം അറ്റ്ലീസ്റ്റ് ഏബിൾ ടു സിറ്റ് ഓൺ സുഖാസന ഓൺ ദ ഫ്ലോർ താങ്ക്സ് ടു യോഗ. യോഗ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് അറ്റ് എനി ഏജ് യു ക്യാൻ ഡു ആൻഡ് ഇറ്റ് ഗിവ്സ് യു ഫ്ലെക്സിബിലിറ്റി. കുട്ടികൾക്ക് എപ്പം മുതൽ ചെയ്യാം? 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ചെയ്യാം. അപ്പം അതിൽ കുട്ടികളെ ഒരിക്കലും മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കരുത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല പേരൻസും വന്ന് ചോദിക്കും, കോൺസെൻട്രേഷൻ ഇല്ല, ഞാൻ മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കട്ടെ. ദാറ്റ് ഗോസ് അഗെയിൻസ്റ്റ് ദ വെരി എസെൻസ് ഓഫ് ചൈൽഡ്ഹുഡ്. കുട്ടികൾ ആർ സപ്പോസ് ടു മൂവ് ഓൾ ദ ടൈം. ദേ ആർ നോട്ട് സപ്പോസ് ടു സിറ്റ് ഇൻ വൺ പ്ലേസ് ആൻഡ് തിങ്ക് അബൌട്ട് മണ്ടൈൻ തിങ്സ്. അപ്പോൾ കുട്ടികളിൽ ചെയ്യാൻ പറ്റുന്ന ആ യോഗയുടെ അഷ്ടാംഗം 8 ലിംസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന 3 എണ്ണം കുട്ടികൾക്കുള്ളതാണ്. നിയമ, ഡിസിപ്ലിൻ, അതായത് നമ്മളുടെ ഒരു ചിട്ട, ജീവിതത്തിലുള്ള ഒരു ചിട്ട, പിന്നെ യമ, സോഷ്യൽ എത്തിക്സ്, മൊറാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രകൃതിയോടുള്ള സ്നേഹം. ആസനാസ് കുട്ടികൾക്ക് ചെയ്യാം. ബിക്കോസ് മെനി ഓഫ് ദ ആസനാസ് ആർ മോഡൽഡ് ഓൺ ചിൽഡ്രൻ. നമ്മൾ കണ്ടിട്ടില്ലേ, പല കുട്ടികളും ടോഡ്ലേഴ്സ് ഒക്കെ ഇങ്ങനെ ഡൗൺവേർഡ് ഡോഗ് പോസിൽ നിൽക്കും, കാറ്റ് കൗ പോസ് അവർക്ക് പെട്ടെന്ന് വഴങ്ങും, ശശാങ്കാസനം കുട്ടികളുടെ പോസ് തന്നെയുണ്ട്. അപ്പോൾ അതെല്ലാം അവർക്ക് ചെയ്യാം. 5 തവണ സൂര്യ നമസ്കാരം ചെയ്ത ധാരാളമായി. ബാക്കി ഹയർ സംഭവങ്ങളെല്ലാം ഒരു 12-13 വയസ്സ് മുതൽ ചെയ്താൽ മതി. ഇതോടൊപ്പം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുട്ടികൾക്ക് ജിമ്മിങ് ചെയ്യാമോ എന്ന്. 8 വയസ്സ് മുതൽ ചെയ്യാം, ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ് വിത്ത് എ ട്രെയിനർ. അഡോളസൻസ് മുതൽ അവർക്ക് ചെയ്യാവുന്നതാണ്. എഗെയിൻ ഇറ്റ് ഷുഡ് ബി അണ്ടർ എ ട്രെയിനർ, അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ടാകും. സോ വെൻ യു ഗോ ടു എ ജിം, മേക്ക് ഷുവർ ദാറ്റ് ദർ ഇസ് സംബഡി trained to make children do exercises. അല്ലാതെ വെറുതെ ഒരു ജിമ്മിൽ പോയി ഓരോ സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവും. ഇനിയുള്ളത് ഡാൻസ് ആണ്. ഡാൻസ് ഇസ് സംതിങ് വിച്ച് വിൽ റിലാക്സ് യു കംപ്ലീറ്റ്ലി. ഇതിപ്പോൾ കുട്ടികൾ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യണമെന്നില്ല. ഒരു ഫാമിലി ഡേ, ഒരു സാറ്റർഡേയോ സൺഡേയോ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്ന് ഡാൻസ് ചെയ്യാം. ഒരു ബോണ്ടിങ് ടൈമായിട്ട് യൂസ് ചെയ്യാം. അത് ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു റിതം ക്രിയേറ്റ് ചെയ്യും. ഒരു റിലാക്സിങ് ആക്ടിവിറ്റി ആയിട്ട് അവർക്കത് ജീവിതകാലം മുഴുവനും ഉപയോഗിക്കാൻ പറ്റും. അവരുടെ പോസ്ചർ അത് കറക്റ്റ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ ക്ലാസിക്കൽ ഡാൻസേഴ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദേ ഓൾവേസ് സ്റ്റാൻഡ് ഇൻ ദ ഇറക്റ്റ് പോസ്റ്റർ, ഇങ്ങനെ വളഞ്ഞൊന്നും നിൽക്കാറില്ല. അപ്പോൾ ഈ ഒരു എക്സസൈസസ് എല്ലാം
കുട്ടികളെ ശീലിപ്പിക്കുക. ആൻഡ് എഗെയിൻ ഐ എം ടെല്ലിങ് യു, മേക്ക് ഷുവർ ദാറ്റ് ദേ ഡു സം എക്സസൈസ്. ഇപ്പം ഈ 60 മിനിറ്റ് ഫ്രീ പ്ലേക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റുകളാണെങ്കിൽ താഴെ സ്ഥലം ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എല്ലാ പേരൻസും എപ്പോഴും വീട്ടിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഒരു സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സിലോ ഉള്ള ഒരു റെസ്പോൺസിബിൾ അഡൾട്ട് ഉത്തരവാദിത്തം എടുക്കുക. മേ ബി ദേ ക്യാൻ ടേക്ക് ടേൺസ് ഓൾസോ ആൻഡ് ക്രിയേറ്റ് എ സേഫ് സ്പേസ് വെയർ ബോയ്സ് ആൻഡ് ഗേൾസ് ക്യാൻ ഓൾ പ്ലേ, ഹാവ് എ ഫ്രീ പ്ലേ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേക്ക് ഷുവർ ദാറ്റ് യു ഡു ദിസ്. അത് കുട്ടികളെ സഹായിക്കലാണ്. അതർവൈസ് സിവിയർ മൊബിലിറ്റി ഇഷ്യൂസ് ആൻഡ് സിവിയർ ഇഷ്യൂസ്. സ്ക്രീൻസ് ആർ ഹിയർ ടു സ്റ്റേ. എൻ്റെ കുട്ടിയെ ഞാൻ സ്ക്രീൻ കാണിക്കുകയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് എവറി ഡേ ലൈഫ്. നമുക്ക് ജീവിതത്തിലുള്ള ഒരു സ്ഥാനത്ത് നിന്ന് എങ്ങനെയാണ് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുക? പറ്റില്ല. അപ്പോൾ അത് സ്ക്രീൻസ് ആർ ഹിയർ ടു സ്റ്റേ. നമുക്ക് കുട്ടികൾ കാണും, എപ്പോഴെങ്കിലും കാണും, കണ്ടേ പറ്റുള്ളൂ. ആ രീതിയിലാണ് ഇപ്പോൾ ലോകം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ലിമിറ്റ്സ്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സ്ക്രീൻ കാണിക്കുകയേ അരുത്. ഞാൻ സ്ഥിരം കാണാറുള്ള ഒരു കാഴ്ചയാണ്, റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നമുക്കറിയാലോ, അവർ ഒരുപാട് സമയമൊന്നും അടങ്ങിയിരിക്കില്ല. ദേ ആർ ഓൾവേസ് റെസ്റ്റ്ലെസ്. ദാറ്റ് ഇസ് ഹൗ നേച്ചർ ഇൻറ്റൻഡഡ് ദം ടു ബി. അപ്പോൾ അവരെ അടക്കിയിരുത്താൻ ഏറ്റവും പറ്റിയ ഉപകരണം അവരുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുക. എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്നോളും. പക്ഷേ that is the worst kind of crime parents are doing to that child, because this child is അവരുടെ ബ്രെയിൻ ഇസ് നോട്ട് മെന്റ് ഫോർ ഓവർ സ്റ്റിമുലേഷൻ. ആ ഓവർ സ്റ്റിമുലേഷൻ എല്ലാം അവർക്ക് വരികയാണ്. ദാറ്റ് വിൽ മേക്ക് ദം ക്രാങ്കി. ദാറ്റ് ഈസ് ദ ലീസ്റ്റ് ഓഫ് ദെയർ പ്രോബ്ലംസ്. പല കുട്ടികളെയും ഓട്ടിസം എന്ന് സംശയിച്ച് നമ്മുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ സംസാരിക്കുന്നില്ല, ഐ കോണ്ടാക്റ്റ് ഇല്ല, യാതൊരുവിധ മൂവ്മെന്റ്സും ഇല്ല എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ, നമ്മൾ ഹിസ്റ്ററി എടുത്ത് വരുമ്പോൾ കുട്ടി 8 മണിക്കൂർ പകൽ മുഴുവനും മൊബൈലിൽ നോക്കുന്നു. അങ്ങനത്തെ ഒരു കുട്ടിക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? സംസാരം ഹാസ് ടു ബി ലേൺഡ് ഫ്രം ദ ഹ്യൂമൻസ്. അപ്പൊ നമുക്ക് മൊബൈലിൽ നോക്കി സംസാരിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ദാറ്റ് ചൈൽഡ് സ്പീക്സ് ലൈക്ക് എ മെറ്റാലിക് വോയിസ് ഇൻ എ കാർട്ടൂൺ ക്യാരക്ടർ ആക്സെന്റ്. അച്ഛനും അമ്മയ്ക്കും ഇംഗ്ലീഷിന്റെ സംസാരിക്കാൻ അവർക്ക് തീരെ അറിഞ്ഞൂടാ. ദേ ഡോണ്ട് നോ കോൺവെർസേഷണൽ ഇംഗ്ലീഷ്. പക്ഷെ കുട്ടി സംസാരിക്കുന്ന നല്ല ശുദ്ധമായ അമേരിക്കൻ ആക്സെന്റിലാണ്. മുടി വെട്ടാൻ കൊണ്ടുവന്ന ഒരു പെൺകുട്ടി ആ പാർലറിലിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. അപ്പൊ ഈ കുട്ടിക്ക് മലയാളം ഒരു അക്ഷരം പോലും അറിഞ്ഞൂടാ. ഞാൻ ആ പേരൻസിനോട് ചോദിച്ചത് എന്താണിത്? അപ്പൊ അവർ പറഞ്ഞു, സ്ക്രീൻ കണ്ടിട്ട് കുട്ടി ഇങ്ങനെയേ സംസാരിക്കൂ. ഒരു മദർ ഉണ്ട്, അവരുടെ കുട്ടിയെ കൊണ്ടുവന്നു. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ അടുത്തുനിന്ന് സ്ക്രീൻ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കുട്ടി അലറി വിളിച്ച് കരയും. കണ്ടിന്യൂസ്ലി ദ ചൈൽഡ് ഇസ് ഹുക്ക് ടു ദാറ്റ് മൊബൈൽ ഫോൺ. അപ്പൊ 2 വയസ്സിൽ താഴെ സ്ക്രീൻ പാടില്ല എന്ന് നിർബന്ധമായും പറയുന്ന കാര്യം നമ്മുടെ 78% ബുദ്ധിയും ഉണ്ടാകുന്ന ഈ 2 വയസ്സിനിടയിലാണ്. ആ സമയത്ത് കുട്ടികൾക്ക് വേണ്ടത് 1-to-1 കമ്മ്യൂണിക്കേഷനാണ്. ദാറ്റ് ടു മെജോറിറ്റി ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ ഇസ് വിത്ത് എ പ്രൈമറി കെയർ ഗിവർ. അവർക്കൊരു സേഫ് സ്പേസ് അല്ലെങ്കിൽ ഒരു സേഫ് ഫിഗർ ഉണ്ടാവും എപ്പോഴും. അത് അമ്മയാകാം, അമ്മുമ്മയാകാം, അല്ലെങ്കിൽ ഹൂവർ ഇസ് ദ പ്രൈമറി കെയർ ഗിവർ. ദേ ആർ നോട്ട് സപ്പോസ് ടു ഗോ ടു നഴ്സറി സ്കൂൾ ഓർ വേറെവർ. അവർക്ക് വീട്ടിലാണ് അവർ കഴിയേണ്ടത്. പ്രൈമറി കെയർ ഗിവറിന്റെ അടുത്ത് നിന്നാണ് അവർ സംസാരവും അതിൻ്റെ ന്യൂവാൻസസും ഫേസ് റീഡിങ്, എക്സ്പ്രഷൻസ് എല്ലാം തന്നെ പഠിക്കുന്ന റാപ്പിഡ് ലേണിങ്ങിന്റെ സമയമാണ്. അതൊരു 2-വേ കമ്മ്യൂണിക്കേഷനാണ്. കുട്ടികൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മൾ അവരോട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മുടെ ഫേസിൽ നിന്ന് അവർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് പഠിക്കുന്നു. ആ ഒരു സമയമാണ് ആ 2 വയസ്സിൽ താഴെ. സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് വല്ലതും നടക്കും. അവിടുന്ന് സ്ക്രീനിൽ നിന്ന് ഇങ്ങോട്ടേ ഉള്ളൂ കമ്മ്യൂണിക്കേഷൻ. കുട്ടിക്ക് അങ്ങോട്ടൊന്നും പറയാൻ സ്കോപ്പില്ല. ലൗഡ് സൗണ്ട്സ്, ബ്രൈറ്റ് ലൈറ്റ്സ്, ഇതെല്ലാം ഡേഞ്ചറസ് ആണ്. അതിൽ ഏറ്റവും ബാഡ് TV ഷോ മൊബൈൽ ഷോ വാട്ട് എവർ ഇറ്റ് ഇസ് കൊക്കോമെലൺ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലും കൊക്കോമെലണിന് അഡിക്റ്റ് ആയി പോയിട്ടുണ്ട്. കാരണം കുട്ടികൾ വരുമ്പോൾ OP-യിൽ കുട്ടികൾ വരുമ്പോൾ അവരെ അടക്കി ഇരുത്താനുള്ള ഏറ്റവും നല്ല വഴി കൊക്കോമെലൺ ഇട്ട് കൊടുക്കുകയാണ്. വീൽസ് ഓൺ ദ ബസ് ഗോ റൗണ്ട് ആൻഡ് റൗണ്ട്. എത്ര അലർച്ചയുള്ള കുട്ടിയാണെങ്കിലും ആ സൗണ്ട് കേൾക്കുമ്പോൾ ടപ്പേന്ന് നിർത്തും. എനിക്ക് തന്നെ വീട്ടിൽ വന്ന് ബോറടിക്കുമ്പോൾ പലപ്പോഴും കൊക്കോമെലൺ കാണാൻ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് അഡിക്റ്റിംഗ് ആയിട്ടുള്ള ഇത്തരം ഓവർ സ്റ്റിമുലേറ്റിംഗ് ഷോസ് ഒന്നും കാണിക്കാനേ പാടില്ല, സ്ക്രീനേ കാണിക്കാൻ പാടില്ല. ഇനി 2 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1 മണിക്കൂറാണ് സമയം. ദാറ്റ് ടു ദ ബിഗ് സ്ക്രീൻ. TV പോലെയുള്ള സ്ക്രീൻസ് ആണ് കൂടുതൽ അവർ കാണേണ്ടത്. എപ്പോഴും കോ വാച്ചിങ് ആയിരിക്കണം വിത്ത് ദ പേരൻറ്റ്. ആൻഡ് ദേ ഷുഡിൻ ബി വാച്ചിങ് കാർട്ടൂൺസ് ബട്ട് വിത്ത്
സംതിങ് വിത്ത് റിയൽ പീപ്പിൾ ഓൺ ഇറ്റ്. അതൊക്കെയാണ് 2 to 5 years. 6 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാക്സിമം സ്ക്രീൻ ലിമിറ്റ് 2 hours. ദാറ്റ് ഈസ് ആഫ്റ്റർ ഫിനിഷിംഗ് സ്കൂൾ വർക്ക്, ഹോം വർക്ക്, 60 minutes ഫ്രീ പ്ലേ, എവറിത്തിങ്. ബാക്കി എല്ലാം കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ 2 മണിക്കൂർ വരെ കാണാം. ദിസ് ഈസ് എ സ്ക്രീൻ ടൈം ലിമിറ്റ് സെറ്റ് ബൈ ഓൾ പീഡിയാട്രിക് അക്കാഡമീസ് ഓഫ് ദിസ് വേൾഡ്. ഇനി റൂൾസ് ആണ്, സ്ക്രീൻ ടൈം റൂൾസ്. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ സ്ക്രീൻസ് ഓഫ് ചെയ്യുക, ബിക്കോസ് കുട്ടികളുടെ ഉറക്കത്തിനെ അത് ഡിസ്റ്റർബ് ചെയ്യും. ഭക്ഷണ സമയത്ത് സ്ക്രീൻ കാണിക്കരുത്, കാരണം മീല് പരിപൂർണമായിട്ടും പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കഴിക്കാൻ അത് സമ്മതിക്കില്ല. പിന്നെ സ്ക്രീന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോംവർക്ക്, ക്ലാസ് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് മാത്രമേ അവർ സ്ക്രീൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ സ്ക്രീൻ എടുക്കുന്ന ധാരാളം കുട്ടികളെ എനിക്കറിയാം. തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണത്. ഇനി പേരന്റൽ കൺട്രോൾ ആണ്. കുട്ടികൾ എന്ത് കാണുന്നു, എപ്പോൾ കാണുന്നു, എങ്ങനെ കാണുന്നു, ഇതെല്ലാം പേരൻസ് ഒരു കൺട്രോൾ വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് ചിൽഡ്രൻ ഡോണ്ട് നോ. അവിടെ ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞില്ല, ആർക്കും എന്തോ എവിടെ വെച്ച് കാണാവുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് പരമാവധി എൻകറേജ് കോ വാച്ചിങ്, എസ്പെഷ്യലി ഇൻ യങ് ചിൽഡ്രൻ. മോണിറ്റർ വാട്ട് ഈസ് എ കോണ്ടന്റ് ദാറ്റ് ദേ ആർ വാച്ചിങ്. കാരണം കുട്ടികൾക്ക് ഒട്ടും തന്നെ കാണിച്ചു കൂടാത്ത സാധനമാണ് റീൽസ്, യൂട്യൂബ് ഷോർട്സ് പോലെയുള്ള സാധനങ്ങൾ. കാരണം ഇതെല്ലാം ഒരു 3 മിനിറ്റിനപ്പുറം നീണ്ടു നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ ഈ ഷോർട്സ് സഹായിക്കും. പരമാവധി അവരെ ലോങ് ഫോം വീഡിയോസ് മാത്രം കാണിക്കുക, ബിക്കോസ് ദാറ്റ് വിൽ റിക്വയർ സം കൈൻഡ് ഓഫ് അറ്റൻഷൻ സ്പാൻ. അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ സ്പാൻ കണ്ടമാനായിട്ട് കുറയും. മോഡലിംഗ്, പേരൻസ് ബിഹേവിയർ മോഡൽ ചെയ്യണം. ഞാനൊരു മോളെ ഒ പിയിൽ കണ്ടതാണ്. 3 വയസ്സേ ഉള്ളൂ പുള്ളിക്കാരിക്ക്. പുള്ളിക്കാരി അമ്മ കൊണ്ടുവന്നു. അപ്പം അമ്മയും അച്ഛനും ഉണ്ട്. അച്ഛൻ വന്നിരുന്ന ഉടനെ തന്നെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തു. ഡോക്ടറിന്റെ റൂമാണ്, മകളെ കാണിക്കാനാണ് വന്നിരിക്കുന്നത്. അതൊന്നും അച്ഛന് പ്രശ്നമല്ല. ഫോൺ എടുത്തു, എന്തോ കാണുകയാണ്. മുഖത്ത് നവരസങ്ങൾ വിരിയുന്നുണ്ട്, ചിരിയുണ്ട്, സന്തോഷമുണ്ട്, അത്ഭുതമുണ്ട്, എല്ലാം ഉണ്ട്. പുള്ളിക്കാരൻ ഫുള്ളി എൻഗ്രോസ്ഡ് ഇൻ ദാറ്റ് മൊബൈൽ. അപ്പോൾ ഞാൻ കുട്ടിയോട് ഒരുപാട് കാര്യങ്ങളൊക്കെ, അമ്മയോട് അസുഖ വിവരങ്ങളൊക്കെ ചോദിച്ചു. കുട്ടിയെ എക്സാമിൻ ചെയ്തു. കുട്ടിയുടെ ഭക്ഷണം എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞു, ഡോക്ടറെ ഒരുപാട് സ്ക്രീൻ കാണും, ഡോക്ടർ ഒന്ന് പറഞ്ഞേക്കണേ, ഒന്ന് വിരട്ടിയേക്കണേ. അപ്പം ഞാൻ പറഞ്ഞു, മോളെ സ്ക്രീൻ ഒരുപാട് കാണാൻ പാടില്ല, കുഞ്ഞിൻ്റെ കണ്ണ് കേടായി പോവും, നല്ലതല്ല, നമുക്ക് കളിക്കാൻ പുറത്തു പോയി, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ആ കുട്ടി പറയാൻ, ഷീസ് ജസ്റ്റ് 3 years old. ഡോക്ടർ ആൻറ്റി, ഇത് അച്ഛനോടും കൂടെ പറയണേ, അച്ഛൻ എപ്പോഴും ടി വി കാണും, മൊബൈലിൽ നോക്കും, അതുകൊണ്ട് അമ്മ എപ്പോഴും വഴക്കാണ്. സീ ദാറ്റ് ചൈൽഡ്, ഷീ സോ ക്ലോസ്ലി വാച്ചിങ് ദാറ്റ് ഫാദർ. ദ ചിൽഡ്രൻ ആർ ഓൾവേസ് വാച്ചിങ്, സോ ദേ മോഡൽ ഓൺ അവർ ബിഹേവിയർ. അപ്പം അത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കീപ് ദ സ്ക്രീൻസ് ഇൻ ആക്സസിബിൾ ഏരിയാസ്. ആരും ഇല്ലാത്ത മൂലകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് കാണുന്നു എന്ന് നമുക്കറിയാൻ പറ്റില്ല. സോ കീപ് ഓൾവേസ് സ്ക്രീൻ ഇൻ ആക്സസിബിൾ ഏരിയാസ്. ഇനി അടുത്തതാണ് ഉറക്കം. ഉറക്കം ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ടോണിക് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല സാധനങ്ങളുണ്ടായിരുന്നു. ദേ മീൻ ദ സപ്ലിമെന്റ്സ്. ഉറക്കം ഏറ്റവും ബോഡിക്ക് അത്യാവശ്യമുള്ള ഒരു ടോണിക്കാണ്. പണ്ട് നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് ആരെങ്കിലും ബോധർ ചെയ്തിരുന്നു നമ്മൾ എത്ര നേരം ഉറങ്ങുന്നു? കട്ടിലേക്ക് വീണ് കഴിഞ്ഞാൽ അടുത്ത 7-8 മണിക്കൂർ സുഖം, ഒന്നും അറിയണ്ട, നല്ല ഉറക്കമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതല്ല. പലർക്കും സ്ലീപ്പ് ഇഷ്യൂസ് ഉണ്ട്. ഉറക്കത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. പോയി കഴിഞ്ഞാൽ രാവിലെ എണീക്കാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല. നമ്മളുടെ വി ആർ സപ്പോസ് ടു സ്ലീപ്പ് ബൈ സൺ ഡൗൺ ആൻഡ് വേക്ക് അപ്പ് ബൈ വെൻ ദ സൺ റൈസസ്. അതാണ് നമ്മുടെ വയേർഡ് ആയിട്ടുള്ള സർക്കേഡിയൻ റിതം. ദാറ്റ് ഈസ് ഹൗ അവർ ബ്രെയിൻ വർക്ക്സ്. പക്ഷെ ഒരു മനുഷ്യർക്കും അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഉറക്കം, എന്തിനാണ് നമ്മൾ ഉറങ്ങുന്നത്? എന്താണ് ഉറക്കത്തിന് ഇത്രയും പ്രധാനം? ഉറക്കം പ്രായമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ റെസ്റ്ററേറ്റീവ് പ്രോസസ്. അതായത് നമ്മുടെ ബോഡിയിലെ സ്കാവെഞ്ചർ സെൽസ്, അടിച്ചു തൂത്ത് വാരുന്ന സെൽസ് എല്ലാം ആ സമയത്താണ് പ്രവർത്തിച്ച് നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് എല്ലാം കളഞ്ഞ് റിപ്പയർ ആൻഡ് റിജുവനേഷൻ ഇസ് ഹാപ്പനിങ് ദെയർ. ആ ഒരു സമയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കൈയും കാലും പോലെയുള്ള വോളണ്ടറി, നമ്മുടെ ഇഷ്ടത്തിന് ചലിക്കുന്ന ഓർഗൻസ് എല്ലാം തന്നെ ആ സമയം റെസ്റ്റിലാണ്. ഇൻവോളണ്ടറി ഓർഗൻസ്, നമ്മുടെ വൈറ്റൽ സിസ്റ്റംസ്, ബ്രെയിന്, ഹാർട്ട്, റെസ്പിറേറ്ററി സിസ്റ്റം, അലിമെന്ററി സിസ്റ്റം, ഇതെല്ലാം പ്രവർത്തനം സ്ലോ ആക്കും. ശാന്തതയും വിശ്രമവും നമുക്ക് കിട്ടുന്ന സമയമാണ്. നമുക്ക് ഉറക്കം ഇല്ലെങ്കിലോ പിറ്റേ ദിവസം നമ്മൾ ഇറിറ്റബിൾ ആയിരിക്കും, മൂഡി ആയിരിക്കും, കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഇതെല്ലാം കുട്ടികളിൽ സംഭവിക്കും. പ്ലസ് കുട്ടികൾ വളരുന്നത്, ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നതൊക്കെ രാത്രി കാലങ്ങളിലാണ്. പ്രത്യേകിച്ചും അഡോളസെൻസിൽ ഒരു റാപ്പിഡ് ഗ്രോത്ത് സ്പേർട്ട് വരുന്ന സമയത്ത് ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകുന്ന അഡോളസെൻസിലാണ്. അതുകൊണ്ടാണ് അഡോളസെന്റ് കുട്ടികൾ എപ്പോഴും ഉറക്കമാണെന്ന് പേരൻസ് പരാതി പറയും. ദാറ്റ് ഇസ് നോർമൽ, ഇറ്റ്സ് ഫിസിയോളജിക്കൽ. അതുപോലെ ഉറക്കം നമ്മുടെ മൂഡ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പോൾ ടോഡ്ലേഴ്സിനെയൊക്കെ കാണാൻ, അവർ ശരിക്കും ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവർ ഭയങ്കര ക്രാങ്കി ആയിരിക്കും.
അപ്പൊ അതുകൊണ്ട് ഉറക്കം പരമ പ്രധാനമാണ്. 7 മുതൽ 8 മണിക്കൂർ വരെ കുട്ടികൾ ഉറങ്ങിയിരിക്കണം. ഇനി സ്ലീപ്പ് ഹൈജീനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ ഡയറ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഉറക്കത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട്. നോ സ്ക്രീൻസ് ഫോർ 2 hours ബിഫോർ ബെഡ് ടൈം. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പേ സ്ക്രീൻ കാണാൻ പാടില്ല. ദാറ്റ് വിൽ ഇമ്പയർ വിത്ത് യുവർ സ്ലീപ്പ്. നോ കെഫൈനേറ്റഡ് ഡ്രിങ്ക്സ് ചോക്ലേറ്റ്സ് ആഫ്റ്റർ 6 PM. 6 മണി കഴിഞ്ഞ് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചായയോ കാപ്പിയോ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് ഉത്തേജനം ഉണ്ടാവും. വി വിൽ ഹാവ് ഡിഫിക്കൽറ്റി ഫോളിങ് അസ്ലീപ്. നോ റഫ് ആൻഡ് ടംബിൾ പ്ലേ ആഫ്റ്റർ 6 PM. 6 മണിക്ക് കഴിയും ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ടൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ ഡോപ്പമിൻ സർജ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് വിൽ ഇന്റർഫിയർ വിത്ത് ദ സ്ലീപ്പ്. സ്ലീപ്പ് ഇൻ ദ ഡാർക്ക്. നൗ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഇരുട്ടത്ത് ഇരുട്ടത്താവുമ്പോഴാണ് മെലറ്റോണിൻ എന്ന ഹോർമോൺ നമ്മുടെ ബ്രെയിനിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ഹോർമോൺ ആണ് നമ്മളെ ഉറങ്ങാനായിട്ട് സഹായിക്കുന്നത്. ഇപ്പൊ മെലറ്റോണിൻ പിൽസ് ഒക്കെ അവൈലബിൾ ആണ് ടു മേക്ക് സം പീപ്പിൾ സ്ലീപ്പ്. അപ്പൊ ഈ ഒരു മെലറ്റോണിൻ തന്നെയാണ് നമ്മളെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. ഈ മെലറ്റോണിൻ തന്നെയാണ് പ്രീമച്വർ പ്യൂബർട്ടി, നേരത്തെ വരുന്ന പ്യൂബർട്ടി ഒക്കെ പ്രിവെന്റ് ചെയ്യാനും സഹായിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ചിൽഡ്രൻ സ്ലീപ്പ് ഇൻ ദ ഡാർക്ക്. ഇനി അടുത്ത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഏർലി പ്യൂബർട്ടി. ആർ ദ ഗേൾസ് റെഡി? കാരണം ഇപ്പം ഒരു എന്താ പറയുക, ഒരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഏർലി പ്യൂബർട്ടി. അപ്പൊ എന്താണ് ഈ ഏർലി പ്യൂബർട്ടി കൊണ്ടുള്ള പ്രശ്നം? അതിന് മുമ്പേ ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കഥ പറയാം. ഒരു 9 വയസ്സുള്ള ഒരു മോളെ എന്നെ കാണാനായിട്ട് കൊണ്ടുവന്നു. ഷീ ഈസ് വെരി പ്ലേഫുൾ ചൈൽഡ്. ഐ നോ ഹർ ഫ്രം ബർത്ത്. വളരെ സന്തോഷമുള്ള ഒരു കുട്ടി, വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഈ പെൺകുട്ടി വന്നു കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത്, വയസ്സറിയിച്ചു, മെനാർക്കി ആയി. ഈച്ച് ടൈം ഷീ സീസ് ദ ബ്ലഡ് ഷീ ഈസ് വെരി മച്ച് പാനിക്കിങ്. ആ കുട്ടിക്ക് ഈ ബ്ലഡ് കാണുമ്പോൾ ഷീ ഈസ് വെരി അപ്സെറ്റ്, ഭയങ്കര പേടി, എടുത്തോണ്ട് പോയി കളയോ, അയ്യോ. ഷീ ഈസ് വെരി അഫ്രൈഡ് ഓഫ് ദാറ്റ് ബ്ലഡ്. ഷീ ഈസ് തിങ്കിങ് ദർ ഇസ് സംതിങ് റോങ് വിത്ത് ഹർ. കാരണം ബ്ലഡ് വരുന്നത് വയ്യാതാവുമ്പോഴാണ് എന്നൊക്കെ കുട്ടി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. 9 വയസ്സല്ലേ ഉള്ളൂ. ഷീ ഈസ് ഓൺലി ദാറ്റ് മച്ച് നോളജബിൾ. അപ്പൊ ഈ കുട്ടിയോട് ഞാൻ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി, നമ്മുടെ കൈയും കാലും വളരുന്നത് പോലെ തന്നെ ഉള്ളിലുള്ള അവയവങ്ങൾ വളരുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ മോളെ മനസ്സിലാക്കിയെങ്കിലും 9 വയസ്സുള്ള ആ പെൺകുട്ടിക്ക് ഈ ഒരു ചേഞ്ച് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്കറിയാം, മെനാർക്കി ആകുമ്പോൾ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരും, ഹോർമോൺസ് പോലെ. അതുപോലെ മനസ്സിന് മാറ്റങ്ങൾ വരും. ഒരുപാട് മൂഡ് ഫ്ലക്ച്വേഷൻസ് വരും. അകാരണമായിട്ടുള്ള ദേഷ്യം, ആൻസൈറ്റി ഒക്കെ വരും. അപ്പൊ ഈ മാനസികവും ശാരീരികവുമായ ചേഞ്ചസിനോട് ഈ ചെറിയ പെൺകുട്ടികൾക്ക് പൊരുത്തപ്പെടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അത് വരാതെ നോക്കേണ്ടത് പേരൻസിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. കാരണം പലപ്പോഴും ഈ ചേഞ്ചസ്, ഏർലി ആയിട്ട് വരുന്ന ഈ ചേഞ്ചസുമായിട്ട് കൊച്ചു കുട്ടികൾക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. ദേ ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദം. അപ്പൊ 12, 13, 14 വയസ്സിൽ വന്നിരുന്ന മെനാർക്കി ഇപ്പൊ 8, 9 വയസ്സിൽ വരികയാണ്. എനിത്തിങ് ആഫ്റ്റർ 8 ഇസ് കൺസിഡേർഡ് നോർമൽ. നോർമൽ എന്നല്ല, അത് ഇറ്റ് ഇസ് നോട്ട് പെത്തോളജിക്കൽ. അതായത് ഒരു അസുഖം എന്ന് പറയില്ല. 8 വയസ്സിന് മുമ്പേ വന്നാൽ മാത്രമേ നമ്മളൊരു അസുഖം എന്ന് പറയുള്ളൂ. പക്ഷെ 8 വയസ്സിൽ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് അടുത്ത 2 വർഷത്തിനകം മെനാർക്കി ആകും. അതോടുകൂടി അവരുടെ ഗ്രോത്ത്, ഹൈറ്റ് ഗ്രോത്ത് നിൽക്കുകയാണ്. പിന്നെ മാക്സിമം 1 വർഷം വല്ലോ 1-2 സെന്റിമീറ്റർ കൂടും. സോ ദാറ്റ് ഈസ് ഓൾസോ എ പ്രോബ്ലം. ഏറ്റവും പ്രധാനം, അവർക്ക് ഈ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ആൻഡ് ദാറ്റ് വിൽ ക്രിയേറ്റ് സിവിയർ ആൻസൈറ്റി ആൻഡ് മൂഡ് ഡിസോർഡേഴ്സ്, ഡിപ്രഷനൊക്കെ ആ കുട്ടികളിൽ ഉണ്ടാവും. അപ്പൊ ആസ് മദേഴ്സ്, ആസ് പേരൻസ്, വാട്ട് യു ക്യാൻ ഡു? ഹെൽത്തി ഡയറ്റ് റൈറ്റ് ഫ്രം വീനിങ്. നിങ്ങളുടെ മടിയിലിരിക്കുന്ന ആ കൊച്ചു കുഞ്ഞിന് നിങ്ങൾ കൊടുക്കുന്ന വീനിങ് ഫുഡ് തുടങ്ങി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. 1 വയസ്സിൽ താഴെ സോൾട്ടും ഷുഗറും കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ആൾക്കാർ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങൾ ഈ സോൾട്ടും ഷുഗറും എല്ലാം കൊടുത്താണ് ഞങ്ങളുടെ മക്കളെ വളർത്തിയത്, അവർക്കൊരു പ്രശ്നവും ഇല്ലല്ലോ. പക്ഷെ അന്നത്തെ പോലെ അല്ല ഇന്ന്. ഞാനൊരു ചെറിയൊരു സ്റ്റോറി കൂടെ പറയാം. ഞാൻ പറമ്പിക്കുളത്ത് ഒരു ആദിവാസി സെറ്റിൽമെന്റിൽ പോകാനായിട്ട് ഇടയായി. അപ്പൊ അവിടെ ആദിവാസികൾ എന്ന് പറയുമ്പോൾ അറിയാലോ, പ്രകൃതിയുമായിട്ട് അത്രയും ഇണങ്ങി ചേർന്ന് റിസർവ് ഫോറസ്റ്റിനകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. അവിടെ അവർ രാവിലെ അവരുടെ ട്രഡീഷണൽ ഫുഡ് മുളയരി അതൊക്കെയാണ്. ഇവർ ഒരു കുട്ടി ആ കുടിലിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ലേസ് ആണ്, ചോക്കോസ്. അത് വിൽക്കുന്ന ഒരു കട ആ സെറ്റിൽമെന്റിന്റെ ഫ്രണ്ടിലായിട്ട് അരിയും ഗോതമ്പും ഒക്കെ വിൽക്കുന്നതിന്റെ കൂടെ ഇത് തൂക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ
പ്രകൃതിയുമായി ഇത്രയും ഇണങ്ങി ജീവിക്കുന്ന ആ മനുഷ്യർ പോലും ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡയറ്റ് അത്ര അധികം ചേഞ്ച് ആയി. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതാണ് കൊടുത്തിരുന്നതെന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. അന്നത്തെ കാലമല്ല ഇത്. ചിൽഡ്രൻ ആർ സ്റ്റാർട്ടിങ് ടു ഈറ്റ് ഓൾ ദീസ് തിങ്സ് റൈറ്റ് ഫ്രം ദ വേർഡ് ഗോ. അപ്പൊ അവർക്ക് എന്ത് പറ്റും? ദേ വിൽ ബിക്കം ഓവർ വെയ്റ്റ്. ഓവർ വെയ്റ്റ് ആകുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഫാറ്റ് ടിഷ്യൂസിൽ ഈസ്ട്രജൻ ഉണ്ടാകും. ആ ഈസ്ട്രജൻ കാരണം യൂട്രസും ഓവറീസും കാലം എത്തുന്നതിന് മുമ്പ് തന്നെ മെച്യൂർ ആകും. ദേ വിൽ സ്റ്റാർട്ട് മെൻസ്ട്രുവേറ്റിംഗ്. അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണത്. ലെറ്റ് ഗേൾസ് എൻജോയ് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നേരത്തെ തന്നെ മെനാർക്കി ആയി കഴിഞ്ഞാൽ അവരുടെ ഹൈറ്റ് ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. മെനി ഓഫ് ദ ചിൽഡ്രൻ ഗോ ത്രൂ സിവിയർ ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി ഇഷ്യൂസ് ഈ നേരത്തെ മെനാർക്കി ആകുമ്പോഴേക്കും. രണ്ടാമത്തെ കാര്യം എക്സസൈസ് ആണ്. എക്സസൈസ് ഷുഡ് ബി നോൺ നെഗോഷ്യബിൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഒന്ന് ഉറക്കമാണ്. കാരണം മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഏർലി മെനാർക്കി പ്രിവെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് ബോധപൂർവമായി നമ്മൾ കുട്ടികളെ പേരന്റ് ചെയ്യുകയും അവരെ അത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വിത്ത് ദാറ്റ് ഐ കം ടു ദ എൻഡ് ഓഫ് മൈ ടോക്ക്. Thank you for listening. Thank you. ഡോക്ടർ രജിത എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഒരു എന്താണ് പറയുന്നത്, ഒരു ഫീൽസ് കൈൻഡ് ഓഫ് ഓക്വേർഡ്. ചേച്ചി ആയതുകൊണ്ട് I open the floor for any questions that you may have. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. അജീഷ് അസ്ലം ചോദിക്കുന്നുണ്ടായിരുന്നു, ഈസ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് അഡ്വൈസബിൾ ഫോർ ഫാറ്റ് ലോസ് എന്ന്. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ആക്ച്വലി ഒരു തരത്തിലുള്ള ഫാസ്റ്റിംഗും is if it is not sustainable will not work. ഇപ്പൊ ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ഈ ഒരു സാധനം ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഫിസിയോളജിക്കൽ. നമ്മൾ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പൂർവികരൊക്കെ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ദേ വെർ നോട്ട് ഈറ്റിംഗ് 24/7. അവര് എന്താ പറയാ, രാവിലെ ഒരു 9 മണിക്ക് 8 മണിക്കോ 9 മണിക്കോ കഴിച്ചിട്ട് പിന്നെ അവരൊരു 4 മണിയാകുമ്പോൾ ആ ഒരു വിൻഡോയിലെ പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഭക്ഷണം കഴിക്കാറുള്ളൂ. ബട്ട് അവർക്കത് ശീലമായിരുന്നു. സോ ഇറ്റ് ഇസ് ഫിസിയോളജിക്കൽ. പക്ഷെ നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആണോ? അതുകൊണ്ട് തന്നെ നമുക്കിത് സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എനി ഡയറ്റ് പ്ലാൻ വിച്ച് ഇസ് നോട്ട് സസ്റ്റൈനബിൾ വിൽ നോട്ട് വർക്ക് ഇൻ ദ ലോങ് റൺ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോർഷൻ കൺട്രോൾ, എക്സസൈസ് ആൻഡ് ചൂസിങ് വാട്ട് യു ഈറ്റ്. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. എനി അതർ ക്വസ്റ്റ്യൻസ്? ചേച്ചി, നമ്മള് ഈ സ്കൂള് ഇത്രയും ഏർലി ആയിട്ട് തുടങ്ങുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പോ പക്ഷെ നമുക്ക് ഇപ്പം ആസ് പാരന്റ്സ് വി കാണ്ട് ഹെൽപ്പ് ഇറ്റ്. പക്ഷെ വാട്ട് ഡു യു സജസ്റ്റ് പിള്ളേർക്ക് കാലത്ത് 6 മണിക്ക് ബസ്സിൽ കയറേണ്ട പിള്ളേർക്ക് വാട്ട് ഡു യു സജസ്റ്റ് ഗിവിംഗ് ദം? അവർക്ക് ആ സമയത്ത് അവരുടെ ടേസ്റ്റ് ബഡ്സ് ഒന്നും അവർക്ക് ഉണർന്ന് വരുന്നുണ്ടാവില്ല. സോ പഴം കഴിക്കാം. പഴം ഇസ് എ വെരി ഗുഡ് ചോയ്സ്. കാരണം അത് കാർബോഹൈഡ്രേറ്റ് ആണ്. അല്ലെങ്കിൽ അവർക്ക് ഈ ഉണക്കമുന്തിരിങ്ങ കൊടുക്കാം. അങ്ങനത്തെ സാധനമൊക്കെ കഴിക്കാം. കാരണം വെച്ചാൽ നോബഡി ക്യാൻ ഈറ്റ് എ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 6 o'clock. നോബഡി. രാത്രി മുഴുവൻ വർക്ക് ചെയ്തവർക്ക് പോലും പറ്റില്ല. അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം പഴം മാത്രമേ ഉള്ളൂ. കാരണം അത് വലിയൊരു ടേസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ഒരു പഴം വലിയ ഒരു ഇച്ചിരി ബ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഫുഡുമാണ്. അപ്പൊ അത് കഴിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങൾക്കും തോന്നുന്നില്ലേ അത്രയും നേരത്തെ പോയിട്ട് വരുമ്പം പിന്നെ വൈകിട്ടൊക്കെ കുട്ടികൾക്ക് ഒരു എനർജി സ്ലംപിങ് ഉണ്ടാകും. ലൈക്ക് ഹൗ എനർജറ്റിക് വി വെയർ വെൻ വി വെയർ യങ്. അത്രയൊന്നും വരുന്നില്ലല്ലോ കുട്ടികൾക്ക് ഇപ്പം. അവർക്ക് ആ ഒരു എനർജി ലെവലൊക്കെ കുറവായിരിക്കും. ഞാൻ പല കുട്ടികളെയും കണ്ടിട്ടുണ്ട് സ്കൂളിൽ നിന്ന് വന്ന് ചുമ്മാ കിടന്ന് ഉറങ്ങുക. ഈ സിറിയൽസിനെ കുറിച്ച് മെൻഷൻ ചെയ്ത് കണ്ടില്ല. സിറിയൽസ് ആർ ദ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഹോൾ ഗ്രെയിൻസ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഫുഡിന്റെ സീരിയൽസ് ആണ്. ആസ് ഇൻ കോൺഫ്ലെക്സ് ഒക്കെ ആണെങ്കിൽ കഴിക്കാനേ പാടില്ല. കാരണം ദേ ആർ അൾട്രാ പ്രോസസ്ഡ് ഫുഡ്. വി ഷുഡ് ഈറ്റ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്. അതായത് ചോറ്, ബ്രൗൺ റൈസ്, മില്ലറ്റ്സ്, ഗോതമ്പ്, വാട്ട് എവർ ഇസ് ദ ഹോൾ ഫുഡ് ഇസ് വാട്ട് വി ഷുഡ് ബി ഈറ്റിംഗ്. ഹോൾ ഗ്രെയിൻസ്. അല്ലാതെ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള സീരിയൽസ് എന്ന പേരിലുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല. ഐ മീൻ പാക്കേജ്ഡ് സീരിയൽസ് കഴിക്കാൻ പാടില്ല. ഹോൾ ഗ്രെയിൻ സീരിയൽസ് യു ക്യാൻ ഈറ്റ് എനി ടൈം ഓഫ് ദ ഡേ ഓർ നൈറ്റ്. നൈറ്റ് അല്ല, ഡേ.
Okay, thank you, ma'am, for a wonderful session. Madam, Thank you. രണ്ട് ക്വസ്റ്റ്യൻ. ഒന്ന്, ഇപ്പൊ നമ്മൾ പഴം കഴിക്കാന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് ഏത് ടൈപ്പാണ്? നമ്മളെ നാടൻ പഴമാണോ അല്ലെങ്കിൽ മറ്റേ റോബസ്റ്റ് ഏത് പോലെ? പഴവും കഴിക്കാം. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ കേരളത്തിൽ 7 തരത്തിലുള്ള പഴങ്ങൾ കിട്ടും. നേന്ത്രപ്പഴം കിട്ടും, മറ്റേ ഗ്രീൻ മോറിസ് എന്ന് പറഞ്ഞ പഴം കിട്ടും, ചുവന്ന പഴം ഞങ്ങളുടെ തിരുവനന്തപുരത്തുകാരുടെ പഴമാണത്, അത് കിട്ടും. പലതരം ഏത് പഴവും കഴിച്ചാലും കുഴപ്പമില്ല. പഴങ്ങളുടെ എല്ലാം ബേസിക് ആയിട്ടുള്ള സാധനം സെയിം തന്നെയാണ്. ഏത് പഴവും കഴിക്കാം, നോട്ട് എ പ്രോബ്ലം. ഓക്കെ. പാല് കൊടുക്കുന്നതിനെ പറ്റി കുട്ടികൾക്ക് പ്രത്യേകിച്ചും ചോദിച്ചോളൂ. പാല് കൊടുക്കുന്നത്, അപ്പൊ അത് ഡെയിലി കൊടുക്കുന്നതിനെ പറ്റിയുള്ളൊരു. പാല് കുട്ടികൾക്ക് കൊടുക്കാം, പക്ഷെ ഇറ്റ് ഇസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മീൽസ്. ഇപ്പൊ 2 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ 250 മില്ലി വെച്ച് രാവിലെയും വൈകുന്നേരം ഓരോ കപ്പ് പാല് വീതം അവർക്ക് കൊടുക്കാം, കുഴപ്പമില്ല. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്നാക്ക് ബട്ട് നോട്ട് ആസ് എ മെയിൻ മീൽ. 2 വയസ്സിൽ താഴെ, 1 വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്കാണെങ്കിൽ 125 മില്ലി, അതായത് അര ഗ്ലാസ് വീതം പാല് കൊടുക്കാം. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒന്നുകിൽ ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല ഫീഡ്സ് അല്ലാതെയുള്ള പാലുകൾ കൊടുക്കാൻ പാടില്ല. അവരുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ പാലിന് പകരം തേങ്ങാപ്പാല്, ആൽമണ്ട് മിൽക്ക് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ മാം, താങ്ക് യു. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? വേറെ ആരും ഒന്നും ചോദിച്ചു കാണുന്നില്ല. ആരും ഒന്നും ചോദിക്കാത്ത സ്ഥിതിക്ക് രാജേഷും ഗായത്രിയും ഓരോ ചോദ്യം ചോദിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ പറയാൻ വരായിരുന്നു, ഗായത്രിക്ക് ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ്. എന്തായാലും ചോദിക്കണം, ചോദിച്ചേ പറ്റൂ. നമ്മളിനി ചോദ്യമൊക്കെ ചോദിച്ചിട്ട് പിള്ളേരെ വളർത്താൻ കഴിച്ചു. നിങ്ങളുടെ കുട്ടികളൊക്കെ ഓൾറെഡി സെറ്റ് ഇൻ ദെയർ വേസ്. ഈ യങ് പേരന്റ്സിനാണ് സംശയം ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ചോദിക്കും. ഇനി വളർത്തുന്ന കാലം കഴിഞ്ഞു. ഇനി അല്ല, രാജേഷിന് 2-3 വർഷം കൂടെ കഴിഞ്ഞ് ചോദിക്കും കൊച്ചുമക്കൾക്ക് വേണ്ടിട്ട്. അത് വേണ്ടി വരും. അത് മാത്രല്ല, യങ് പേരന്റ്സിനാണ് ഇത് കൂടുതൽ യൂസ്ഫുൾ. ഇതൊക്കെ അവർക്കാണ് ശീലിപ്പിക്കാൻ പറ്റുക. ഫെബിൻ ചോദിച്ചോളൂ. എന്റെ മക്കള് രാവിലെ എഗ് ആണ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്, രാവിലെ 6 മണിയാകുമ്പോൾ. മോള് ബനാന കഴിക്കുന്ന സ്ഥലത്തും കഴിക്കില്ല, അതുപോലെ ഒന്നും കഴിക്കില്ല, പാല് കഴിക്കത്തില്ല, എഗ് മാത്രം, ഓംലെറ്റ് മാത്രമേ കഴിച്ചിട്ട് പോകത്തുള്ളൂ രാവിലെ. പക്ഷെ അതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എഗ് ഇസ് എ വെരി ഗുഡ് ഫുഡ്, പക്ഷെ അതിനെ നമുക്കൊരു കംപ്ലീറ്റ് ഫുഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൽ കാർബോഹൈഡ്രേറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറവാണ്. മെയിൻലി ഇറ്റ് ഇസ് എ മിക്സ് ഓഫ് പ്രോട്ടീൻ ആൻഡ് ഹെൽത്തി ഫാറ്റ്സ്. അപ്പൊ നമുക്ക് കാർബ്സ് വേണ്ടത്ര കിട്ടില്ല, അതുകൊണ്ട് തന്നെ ബ്രെയിനിന് ഗ്ലൂക്കോസ് ആവശ്യത്തിന് കിട്ടുന്നുമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം, ഹോൾ വീറ്റ് ബ്രെഡിന്റെ 2 കഷ്ണമോ എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സംതിങ് വിച്ച് ഇസ് ബ്ലാൻഡ്. കാരണം ആ വെളുപ്പാങ്കാലത്തുള്ള സമയത്ത് ഒരു മനുഷ്യർക്കും ഭയങ്കരമായിട്ട് ഒരുപാട് അങ്ങ് ബ്ലാൻഡ് അല്ലാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പം 2 പീസ് വീറ്റ് ബ്രെഡ്, 1 പീസെങ്കിലും ഒരു എന്തെങ്കിലും ഹോൾ വീറ്റ് ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കഴിക്കാനായിട്ട് ഒന്ന് കുട്ടികളെ ശീലിപ്പിക്കുക. ഡോക്ടർ, ഇവിടെ ഒന്നും ഇപ്പൊ കുട്ടികള് വെയിലൊന്നും കൊള്ളുന്നില്ലല്ലോ, അതുകൊണ്ട് ഈ വൈറ്റമിൻ ഗമ്മീസ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും? വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഗമ്മീസ് വാങ്ങാൻ പറ്റുമല്ലോ, അത് വൈറ്റമിൻ ഗമ്മീസ്, വൈറ്റമിൻ കൊടുക്കാം, പ്രത്യേകിച്ചും വൈറ്റമിൻ ഡി. കാരണം നമുക്ക് വെയിൽ കൊള്ളുക എന്ന് പറയുമ്പോൾ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന രാവിലത്തെ ഇളവെയിലാണ്. അതല്ല, 10-നും 3-നും ഇടയ്ക്കുള്ള വെയിലാണ് നമ്മൾ വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് കൊള്ളേണ്ടത്. ഈ വെയിലിലുള്ള അൾട്രാവയലറ്റ് രശ്മികൾ മാത്രമേ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉണ്ടാക്കുകയുള്ളൂ. അപ്പൊ ആ വെയിൽ ദുബായിലൊന്നും കൊള്ളാൻ പോസിബിളേ അല്ല എന്ന് എനിക്കറിയാം. നമ്മുടെ നാട്ടിൽ പോലും ആ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് വൈറ്റമിൻ സപ്ലിമെന്റ്സ് കൊടുക്കാം. വൈറ്റമിൻ സപ്ലിമെന്റ്സ് കുട്ടിയുടെ ഡെയിലി റിക്വയർമെന്റ് ഒരു 1000 IU പെർ ഡേ ആണ്, ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേ. കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ 600, നവജാത ശിശുക്കൾ മുതൽ 1 വയസ്സ് വരെ, അത് കഴിഞ്ഞാൽ 800, ഒരു 5 വയസ്സിനൊക്കെ മുകളിൽ 1000. ഈ ഒരു 1000 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഡെയിലി കൊടുക്കുക, ഒരു പ്രശ്നവുമില്ല. നെക്സ്റ്റ് അബൌട്ട് ദ ഗമ്മീസ്. ഈ ഗമ്മീസിൽ മധുരം അധികമായിട്ട് ചേർന്നിട്ടുണ്ട്. അപ്പം ഗമ്മീസ് അല്ലാത്ത രൂപത്തിലുള്ളത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. പിന്നെ തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്കറിയാലോ, അവര് വെറുതെ അങ്ങനെ ഒരു ടേസ്റ്റും ഇല്ലാത്ത സാധനം കഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഗമ്മീസ് കൊടുക്കാം. പക്ഷെ മേക്ക് ഷുവർ ദാറ്റ് ഈ ഒരു 800 to 1000 IU ആ ഒരു ഫോർമുലേഷൻ ആയിരിക്കണം. അധികം ഷുഗർ ഇല്ലാത്തതും കളറില്ലാത്തതും നോക്കിയിട്ടുള്ള ഗമ്മീസ് സെലക്ട് ചെയ്യുക. തീർച്ചയായിട്ടും വൈറ്റമിൻ സപ്ലിമെന്റേഷൻ കൊടുക്കുക തന്നെ വേണം, സൂര്യപ്രകാശം അടിക്കുന്നില്ലെങ്കിൽ. ഓക്കെ, താങ്ക് യു. വെൽക്കം.
റാഫി ചോദിച്ച ഡോക്ടർ വലിയൊരു പോയിന്റ് ആണ് ഇവിടെ. കാരണം ഇവിടുത്തെ ഈ ചൂടില് പലപ്പോഴും കുഞ്ഞുങ്ങളാണ് സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ വെളിയിൽ ഇറങ്ങുക എന്നുള്ളത് തന്നെ പാടായിരിക്കും. 45-50 ഡിഗ്രി ചൂടാവുമ്പോൾ ഇപ്പൊ പോലും ചൂടുണ്ട് കുറഞ്ഞു തുടങ്ങിയെങ്കിലും. ഡോക്ടർ, എൻ്റെ പേര് ഷബീർ. ചോദിക്കും. എൻ്റെ 2 കുട്ടികളുള്ളത്, ഒരു 6 years ആൻഡ് 11 years. നമ്മൾ ദുബായിലായതുകൊണ്ട് തന്നെ ഈ ഡസ്റ്റ് അലർജിയുടെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്. സ്ഥിരമായിട്ട് ഈ രാവിലെ എണീക്കുമ്പോഴുള്ള തുമ്മലും, പിന്നെ ഒബ്വിയസ്ലി ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെ ഇച്ചിരി പൊടിയുള്ളതാണ്. ഓക്കെ. അപ്പൊ അതില് ഹെൽത്ത്, ഈവൻ ഫുഡ് സൈഡിലും നമുക്ക് എന്തൊക്കെയാ ശ്രദ്ധിക്കാൻ പറ്റുന്നത്? ഫുഡിന്റെ കാര്യത്തിൽ ഇപ്പൊ അലർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ള അലർജി നമ്മുടെ തൈര്, മോര്, പാല്, ഗോതമ്പ് അതുപോലെയുള്ള സാധനങ്ങൾക്ക്, ഓറഞ്ച് പോലെയുള്ള സിട്രസ് ഫ്രൂട്ട്സിനൊക്കെയാണ് നമ്മൾ കൂടുതലും അലർജി കാണാറുള്ളത്. അപ്പോൾ ഇത്തരം ഭക്ഷണ സാധനങ്ങൾ ഫുഡിൽ നിന്നൊന്ന് ഒഴിവാക്കി നോക്കുക. പാൽ ഉടനെ ഒഴിവാക്കില്ലെങ്കിൽ കുഴപ്പമില്ല. തൈര്, മോര്, ഈ സിട്രസ് ഫ്രൂട്ട്സ് പോലെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. തണുപ്പുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതിരിക്കുക. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, തലയിൽ എണ്ണ തേക്കാതെ കുളിക്കുക. അലർജിയെ പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും സഹായിക്കുന്ന ഘടകങ്ങളിലൊന്ന് തലയിൽ എണ്ണ തേക്കാതെ കുളിക്കുന്നതാണ്. ചില കുട്ടികൾക്ക് പാലും ഗോതമ്പും ഫുഡിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ നല്ല റെസ്പോൺസ് കാണാറുണ്ട്. അതുപോലെ വീട്ടിൽ കാർപ്പറ്റ് ഉപയോഗിക്കുന്നെങ്കിൽ അത് ഒഴിവാക്കുക. സ്റ്റഫ്ഡ് ടോയ്സ് ഉപയോഗിക്കാതിരിക്കുക. ടെഡി ബെയർ പോലെയുള്ള സാധനങ്ങൾ. ഫറുള്ള പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെയും ഒഴിവാക്കി നിർത്തുക. ഇപ്പം നമുക്ക് ഡസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഈ വെൽവെറ്റ് പോലെയൊക്കെയുള്ള സോഫ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെറ്റ് മോപ്പ് ചെയ്യുക. പിന്നെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കുടഞ്ഞു വിരിക്കാതിരിക്കുക ബെഡിങ്സ് ഒക്കെ. കാരണം അവിടെ ഈ കംഫർട്ടർ പോലെയുള്ള സാധനങ്ങളൊക്കെ കാണുമല്ലോ, അപ്പോൾ അതിലൊക്കെ ഒത്തിരി ഡസ്റ്റ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ വെറ്റ് മോപ്പ് ചെയ്യേണ്ടത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. AC-യുടെ ഫിൽറ്റർ വളരെ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ വഴി നമുക്ക് വളരെ നല്ല രീതിയിൽ ഡസ്റ്റിൻ്റെ അലർജി കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഫുഡ് വേണം, ഇതുപോലെ തന്നെയുള്ള ഈ പെറ്റ്സ് പോലെയുള്ള സാധനങ്ങൾ ഒഴിവാക്കണം, ടെഡി ബെയർ ഒഴിവാക്കണം, തലയിൽ എണ്ണ തേക്കാൻ പാടില്ല. പിന്നെ പാലും ഗോതമ്പും ഒക്കെ ഒഴിവാക്കി നോക്കിക്കഴിഞ്ഞാൽ ചില കുട്ടികളിൽ വളരെ വ്യത്യാസം കാണാറുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് തൈരും മോരും ഫ്രൂട്ട്സും ഒഴിവാക്കി നോക്കാം. ആപ്പിള്, പേരയ്ക്ക അങ്ങനത്തെ ഫ്രൂട്ട്സ് കഴിക്കണതിൽ തെറ്റില്ല. ഓക്കെ, താങ്ക് യു. തോന്നുന്നില്ല. ക്വസ്റ്റ്യൻസ് ഇനി ആരെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്? ഇല്ല എന്ന് തോന്നുന്നു. കാരണം മെസ്സേജിലും വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. ഓക്കെ രാജേഷ്, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാൻ അപ്പോ തോന്നുന്നു. വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ ഡോക്ടർ രജിത എൻ It sounds so odd. അപ്പോ ഇനി എന്തെങ്കിലും സംശയമുള്ളവർക്ക് പെറ്റോക്സിൽ യു ക്യാൻ സെൻഡ് മീ എ DM ഓൺ പെറ്റോക്സ് ഓർ ഗെറ്റ് ദ നമ്പർ ഫ്രം മൈ ബ്രദർ ആൻഡ് സെൻഡ് മീ ഓൺ വാട്സാപ്പിൽ അയച്ചു കഴിഞ്ഞാൽ ഐ ട്രൈ മൈ ബെസ്റ്റ് ടു ആൻസർ. പെറ്റോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ DM വരാറുണ്ട്, കുറേയൊക്കെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാറുണ്ട്. ഒരു ചാറ്റ് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ട്രീറ്റ്മെന്റ് ഫോർ അഡിനോയിഡ് എന്ന്? അഡിനോയിഡ്, യെസ്, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അഡിനോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, കെൻ യു ടെൽ മീ ദ ഏജ് ഓഫ് ദ ചൈൽഡ്? ഏജ്, ഓക്കെ. തീരെ ചെറിയ കുട്ടിയാണെങ്കിൽ 10 വയസ്സ്. 10 വയസ്സ്. ഡോണ്ട് വറി, ബിക്കോസ് ഒരു 12-13 ഇയേഴ്സ് ഒക്കെ ആവുമ്പോഴേക്കും അഡിനോയിഡ്സ് തന്നെ ഷ്രിങ്ക് ചെയ്ത് പോകുന്ന ടിഷ്യൂ ആണ്. അഡിനോയിഡും ടോൺസിൽസും എല്ലാം തന്നെ ഷ്രിങ്ക് ചെയ്ത് പോകും. അപ്പൊ എപ്പോഴാണ് നമ്മൾ അഡിനോയിഡിന്റെ എൻലാർജ്മെന്റ് ഒരു പ്രശ്നമാക്കി എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് നിരന്തരമായിട്ട് ഇൻഫെക്ഷൻസ് വരിക, അതായത് ഒരു വർഷം 6 പ്രാവശ്യത്തിൽ കൂടുതൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുക. മൂക്കൊലിപ്പ്, തുമ്മല്, ചുമ, 6 പ്രാവശ്യത്തിൽ കൂടുതൽ ആന്റിബയോട്ടിക് എടുക്കേണ്ടി വരിക. അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം, കുട്ടിക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ട് നേരും, ഉറക്കത്തിൽ പലതവണ ഡിസ്റ്റർബ്ഡ് ആകുന്നു, സ്നോറിങ്, മൗത്ത് ബ്രീത്തിങ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം, വായ എപ്പോഴും തുറന്നു വെച്ചിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. കുട്ടിയുടെ നിത്യജീവിതത്തിനെ അത് ബാധിക്കുന്നുണ്ടെങ്കിലോ, ഇപ്പൊ രാത്രി പല പ്രാവശ്യം ഉറക്കം ഞെട്ടുന്ന കുട്ടിയാണെങ്കിൽ പകല് ആ കുട്ടി ഉറങ്ങിപ്പോവും. അപ്പൊ
അപ്പൊ അങ്ങനെയുള്ള കേസാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 6 പ്രാവശ്യത്തിൽ കൂടുതൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരുന്നെങ്കിലോ മാത്രം സർജറി കൺസിഡർ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം നമുക്ക് പ്രിവെന്റീവ് കെയർ തന്നെ മതിയാവും. അതായത് ഞാൻ നേരത്തെയുള്ള ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഡസ്റ്റ് ഒഴിവാക്കുക, തണുത്ത ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക, ധാരാളം ചൂടുള്ള വെള്ളം കുടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് മതിയാവും. കാരണം എന്തായാലും ഒരു 13-14 വയസ്സാകുമ്പോഴേക്കും ഇത് തന്നെ ഷ്രിങ്ക് ചെയ്യുന്ന ഒരു ഓർഗനാണ്. ബട്ട് ഇഫ് ദർ ആർ സിംറ്റംസ് ലൈക്ക് വർഷത്തിൽ 6 പ്രാവശ്യത്തിൽ കൂടുതലൊക്കെ ആന്റിബയോട്ടിക് എടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺസിഡർ അഡിനോയിഡെക്ടമി. ഡെയിലി ബാത്തിങ് ബിഫോർ ഗോയിങ് ടു സ്കൂൾ റെക്കമെൻഡഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി ഗുഡ് പ്രാക്ടീസ്. കുട്ടിക്ക് വേറെ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, തണുപ്പടിച്ചിട്ട് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഇറ്റ് ഇസ് എക്സ്ട്രീംലി ഗുഡ്. പക്ഷേ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുളിച്ചില്ലെങ്കിലും തിരിച്ച് വന്ന് ദ ഫസ്റ്റ് തിങ് ദേ ഹാവ് ടു ഡു ഇസ് വാഷ് ദെയർ ഹാൻഡ്സ് ബിഫോർ ദേ ഡു എനിത്തിങ് എൽസ്. ഇഫ് പോസിബിൾ ടേക്ക് എ ബാത്ത് ഓൾസോ. നമ്മുടെ 90% അസുഖങ്ങളും അതോടുകൂടി മാറിക്കിട്ടും. റെക്കറന്റ് ഇൻഫെക്ഷൻസ് ഒന്നും വരില്ല നമ്മൾ ഹാൻഡ് വാഷിങ്ങും സ്കൂളിൽ നിന്ന് തിരിച്ച് വന്നു കഴിഞ്ഞ ഉടനെ കുളിയും ശീലിക്കുകയാണെങ്കിൽ. ഹലോ ഡോക്ടർ, ഈ അഡിനോയിഡിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഞാനായിരുന്നു. പക്ഷെ എൻ്റെ മോന് 10 years ആവുന്നേ ഉള്ളൂ. അവന് വർഷത്തിൽ ഈ പറഞ്ഞ പോലെ മെഡിസിൻ എടുക്കേണ്ട ആവശ്യം വരാറില്ല. പക്ഷെ ഫുൾ ടൈം വായ തുറന്നുകൊണ്ടുള്ള ഒരു ശീലമാണ്. അതായത് കിടക്കുമ്പോൾ കംപ്ലീറ്റ് ഇൻടേക്കും എക്സൈലും വരുന്നത് മൗത്തിലൂടെയാണ്. ഓക്കെ, അങ്ങനെയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു കൺസിഡർ കൺസൾട്ട് ആൻ ENT സർജൻ ആൻഡ് അഡിനോയിഡെക്ടമിയെ കുറിച്ച് തിങ്ക് ചെയ്യാം. മൗത്ത് ബ്രീത്തിങ് ഉണ്ട്, വായ തുറന്നാണ് ഉറങ്ങുന്നത്. ബിക്കോസ് ഈ ഫേസിന്റെ ഈ ഒരു അലൈൻമെന്റ് ഒക്കെ ഡെന്റൽ അലൈൻമെന്റ് ഇതൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ആൻഡ് കോൺസ്റ്റന്റ് മൗത്ത് ബ്രീത്തിങ് ഇസ് ഡെഫിനറ്റ്ലി an indication for an ENT consultation. എല്ലാ കേസിലും സർജറി വേണ്ടി വരാറില്ല. നേസൽ സ്പ്രേ ഉണ്ട്, വളരെ സേഫാണ്. നമുക്ക് 25 വർഷം വേണമെങ്കിലും തുടർച്ചയായിട്ട് ഉപയോഗിക്കാവുന്ന നേസൽ സ്പ്രേകളുണ്ട്. മോമെറ്റസോൺ നേസൽ സ്പ്രേ എന്നൊക്കെ പറഞ്ഞ് വളരെ മൈൽഡ് ഡോസാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിംറ്റംസിന് വളരെയധികം ശമനം കിട്ടും. അത് ഉപയോഗിച്ചിട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രമേ സർജറി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ദർ ആർ വെരി എക്സ്ട്രീംലി ഗുഡ് നേസൽ സ്പ്രേസ് അവൈലബിൾ വിച്ച് യു ക്യാൻ യൂസ്. ഈ നേസൽ സ്പ്രേ കഴിഞ്ഞ ഒരു 1.5 വർഷം മുന്നേ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ അത്ര കുഴപ്പമില്ല, ഈ സ്പ്രേ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും അത് അവന് ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നൊന്നുമില്ല. ക്ഷീണം കൊണ്ടാണ് നല്ല കണ്ടിന്യൂസ്ലി ഉറങ്ങുന്നുണ്ട്. പക്ഷെ ഉറക്കത്തിൽ ഇഗ്നോറിങ്ങും ഈ ഒരു പ്രശ്നമുണ്ട്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒന്നും വരുന്നില്ല. ആകെയുള്ള ഒരു പ്രശ്നം മൗത്ത് ബ്രീത്തിങ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ചിലപ്പം ഈ ഒരു കോൺസെൻട്രേഷന്റെ ഒക്കെ കുറയാൻ സാധ്യത ഉണ്ടോ? അതായത് പഠനത്തിൽ ഒരു കോൺസെൻട്രേഷൻ അത് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അഡിനോയിഡ് കാരണം ഉണ്ടാവുമോ എന്നാണോ അങ്ങനെ? ആ ഇല്ല ഇല്ല ഇല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, രാത്രി ഉറങ്ങുന്നില്ല, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും, OSA. അതായത് പല പ്രാവശ്യം ഈ അഡിനോയിഡ് ഇങ്ങനെ പുറകിലേക്ക് വീണിട്ട് നമ്മുടെ വിൻഡ് പൈപ്പ് ഇങ്ങനെ ബ്ലോക്ക് ആയി പോകുമ്പോഴേക്കും കുട്ടികൾ ഞെട്ടി ഉണരും, അവരുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും. അങ്ങനെയുള്ള കേസസ് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ കോൺസെൻട്രേഷൻ ഡിസ്റ്റർബ്ഡ് ആവും. പക്ഷെ കോൺസെൻട്രേഷൻ പോലെ ചെവി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ബിക്കോസ് സം ചിൽഡ്രൻ ക്യാൻ ഹാവ് ചെവിക്കകത്ത് നീർക്കെട്ടൊക്കെ വന്നിട്ട് അവർക്ക് ചെവി കേൾക്കാതെ അവർ അറ്റൻഷൻ പേ ചെയ്യാതെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ സ്പ്രേ വെച്ച് നിങ്ങൾക്ക് റിലീഫ് കിട്ടുന്നില്ലെങ്കിൽ ഇറ്റ് ഇസ് ടൈം ദാറ്റ് യു ചെക്ക് ഇൻ ടു an ENT സർജൻ. അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് കഴിക്കാവുന്നതാണ്. ഇപ്പൊ മോണ്ടിലൂക്കാസ്റ്റ് അടങ്ങിയ ടാബ്ലറ്റ്സ് ഉണ്ട്, അലെഗ്ര മോണ്ടിലൂക്കാസ് കോമ്പിനേഷൻ പോലെയുള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ടാബ്ലറ്റ്സ് നമുക്കൊരു 3 മാസത്തിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഓക്കെ. Any more questions? ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഇപ്പോ എനിക്ക് ഒരു 10 months ഏജിലുള്ള ബേബി ഉണ്ട്. അപ്പോ ഫീഡിങ് ഇപ്പൊ ഒരു 8 months ശേഷം ഞാൻ ആദ്യം ജോലിക്ക് പോകുന്ന സമയത്ത് പമ്പ് ചെയ്ത് വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഫുഡൊക്കെ സോളിഡ് ഫുഡൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ കഴിക്കുന്നതിന് ഉപ്പും ഷുഗറും ആഡ് ചെയ്യാത്ത ഫുഡുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ
ഫീഡിങ് ഞാനിപ്പോ പമ്പിലൊക്കെ അത്ര ബുദ്ധിമുട്ടായ കാരണം അധികം മിൽക്ക് കിട്ടാത്തൊരു പ്രശ്നം വന്ന കാരണം മോർണിംഗ് പോകുമ്പോൾ കൊടുക്കും. ഒരു 7 മണിക്ക് ഫീഡ് ചെയ്തിട്ട് പിന്നെ വന്നതിന് ശേഷം 3 മണിക്കാണ് ഫീഡ് ചെയ്യാറ്. അപ്പോ ഫോർമുല കൊടുക്കുന്നില്ല. അപ്പൊ ഇതിനിടയിൽ ഫോർമുല കൊടുക്കണം അതോ ഇങ്ങനെ ഈ ഫീഡിങ് പോയാൽ മതിയെന്നുള്ളത്? ആക്ച്വലി ഫോർമുല കൊടുക്കേണ്ട, കുട്ടിയുടെ വെയിറ്റ് എങ്ങനെയുണ്ട്, ഇപ്പം നോർമലായിട്ട് തന്നെ പോവുകയാണെങ്കിൽ ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. യു ക്യാൻ ഗീവ് ബ്രസ്റ്റ് മിൽക്ക്. 8 മാസം വരെ മാത്രമേ ഉള്ളൂ. 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, 8 മാസം വരെ പ്രിഡോമിനൻ്റ് ആയിട്ട് നമ്മൾ കുട്ടിയുടെ ന്യൂട്രീഷൻ ബ്രസ്റ്റ് മിൽക്കിലാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഭക്ഷണ സാധനങ്ങൾ കുഞ്ഞ് നന്നായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ജസ്റ്റ് ഒരു സപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടി കൊടുക്കാം. ഫുഡ് എന്നുള്ള രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കുഞ്ഞിനൊരു 3-4 മണിക്കൂർ ഇടവിട്ടിട്ട് ചെറിയ അളവിൽ ഭക്ഷണം കൊടുക്കുക. ഷുഗറും സോൾട്ടും ആഡ് ചെയ്യാതെ വെജ് നോൺ വെജ് എന്ത് ഭക്ഷണം വേണമെങ്കിലും നിങ്ങൾക്ക് 10 മാസമായി കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. അതിൽ യാതൊരു പ്രശ്നവുമില്ല. ഭക്ഷണം തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്ത് കൊടുക്കാം. വളരെ ന്യൂട്രീഷ്യസ് ആണ്. നമുക്കപ്പോൾ അത് ആനിമൽ മിൽക്കിനേക്കാളും കൂടുതൽ നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഫോർമുല തുടങ്ങേണ്ട ഒരു ആവശ്യവുമില്ല. 1 വയസ്സ് കഴിഞ്ഞിട്ട് സ്ട്രൈറ്റ് അവേ യു ക്യാൻ സ്റ്റാർട്ട് ഓൺ കൗസ് മിൽക്ക്. അപ്പോൾ പമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ കുഞ്ഞ് സക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ 8 മാസമൊക്കെ ആയ അമ്മയ്ക്ക് തീർച്ചയായിട്ടും പാല് കുറഞ്ഞു വരും. സോ യു മേക്ക് ദ ബേബി ഡയറക്ട്ലി, യു ഫീഡ് ഡയറക്ട്ലി ടു ദ ബേബി. ആൻഡ് മറ്റുള്ള സമയങ്ങളിൽ അമ്മ വീട്ടിലില്ലാത്ത സമയത്ത് ഗീവ് ഹിം സോളിഡ് ഫുഡ്സ്. കേട്ടോ, ഒരു പ്രശ്നമില്ല. യു ക്യാൻ ഗീവ് എനിത്തിങ് ടു ദ ബേബി. സോൾട്ടും ഷുഗറും ആഡ് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ഭക്ഷണവും കൊടുക്കാവുന്നതാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു നമുക്കിനി വൈൻഡ് ചെയ്യാൻ തോന്നുന്നു. ഇൻ ദുബായ് മോർ ടീ സ്നാക്സ് ദാൻ കേരള. അതെനിക്ക് പുതിയ അറിവാണ്. അല്ല, അത് നേരത്തെ പറഞ്ഞു തുടങ്ങിയ സമയത്ത് നാട്ടിൽ ഒരുപാട് തട്ടുകടയുണ്ടെന്നും അതെല്ലാം പറഞ്ഞപ്പോ ഞാനും അത് തന്നെയാണ് ആലോചിച്ചത്. നാട്ടിലുള്ളതിനേക്കാളും കൂടുതൽ തട്ടുകടയല്ല, ഹോട്ടലുകളാണ്. തട്ടുകട പോലെയൊക്കെ കഫറ്റേറിയാസ് ആണ്. നാട്ടിലുള്ളതിനേക്കാളും കൂടുതലും ഇവിടെയാണുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ ഓഫീസിൽ വൈകുന്നേരം എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരും. അത് ആ ഒരു ഭയങ്കര ഒരു ഹാബിറ്റ് ആണ്. വൈകിട്ട് ചായയും അതിൻ്റെ കൂടെ എന്തെങ്കിലും കടിയും കൂടെ കഴിക്കുക എന്നുള്ള വലിയൊരു ഹാബിറ്റായിട്ട് മാറുകയാണ് ഇപ്പൊ. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ ഒരു പ്രധാന കാര്യം, എനിക്ക് ദുബായിലെ കാര്യം അറിഞ്ഞൂടാ. ഇവിടെയാണെങ്കിൽ തട്ടുകടയിൽ ഉപയോഗിക്കുന്ന എണ്ണ ഏറ്റവും മോശപ്പെട്ട റീസൈക്കിൾഡ് ഓയിലാണ്. ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു അതർ ഡിസീസസ് ദാൻ ഈ ഒരു പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ. അതുകൊണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണിത്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ. എനിവേ, താങ്ക് യു ഓൾ ഫോർ ദ പേഷ്യന്റ് ലിസ്ണിംഗ്. ഞാൻ ഒരുപാട് നാൾ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ടോക്ക് കൊടുക്കുന്നത്. ഇപ്പൊ കരിയർ ബ്രേക്ക് ആയതുകൊണ്ട്, അല്ലെങ്കിൽ സ്ഥിരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഒപ്പിയിലൊക്കെ. ഇപ്പൊ കുറെ നാളായിട്ടൊന്നും പറയാതെ. നൗ ഐ ഫീൽ സോ ഹാപ്പി. താങ്ക് യു സോ മച്ച് ഡോക്ടർ വീണ മേനോൻ. താങ്ക് യു വീണ. താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചേച്ചിയുടെ നമ്പർ തരാം. വാട്സ്ആപ്പ് നമ്പർ വാട്സ്ആപ്പ് ചെയ്തിരുന്നാൽ മതി. ഷീ ഈസ് അവൈലബിൾ. താങ്ക് യു ഉമ്മുൽ. അപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് റീച്ച് ഔട്ട് ടു മീ. താങ്ക് യു അജീഷ് അസ്ലം. താങ്ക് യു. അപ്പോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. Thank you so much. Please give your contact number. You can ask Rajesh. He will give you my contact number. You can WhatsApp me. So guys, അടുത്ത മാസം വേറൊരു സെഷനുമായിട്ട് നമുക്ക് കാണാം. So take care and have a happy weekend all. Bye bye. Thank you.